തലകറക്കമില്ല. ഇപ്പൊ തലകറക്കത്തിന്റെ സമയത്ത് ഞാൻ കൺവെൻഷന് പോയി. ഇവിടെ ഇവിടുന്ന് ഒരു 10-20 കിലോമീറ്റർ ദൂരമുണ്ട്. കൺവെൻഷൻ ബസ്സിൽ കയറി. തലകറക്കാണെങ്കിലും ഞാൻ ബസ്സിലൊക്കെ കയറും. ഇത്തിരി വിഷമാന്ന് മാത്രം. എന്നെ ബസ് കയറ്റി വിടാൻ വന്നു. എന്നാലും തലകറങ്ങി വീഴുവൊന്നുമില്ല. പതുക്കെ നടക്കാൻ പറ്റുള്ളൂ. തലകറക്കം പതുക്കെ നടക്കാൻ പറ്റുള്ളൂ. തലകറക്കമില്ല. ഇപ്പം തലകറക്കമില്ല. ഇപ്പൊക്കെ സാധാരണ പോലെ നടക്കാം. തലകറക്കം കാരണം അങ്ങനെ പക്ഷെ ഒരൊറ്റ പ്രാർത്ഥനയോ ഒരാരാധനയോ എനിക്ക് മുടങ്ങിയിട്ടില്ല. അതായത് വെള്ളിയാഴ്ച പ്രാർത്ഥനയോ ഞായറാഴ്ച ആരാധനയോ എനിക്ക് മുടങ്ങിയിട്ടില്ല. ഇതുപോലെ സൂമൊക്കെ മുടങ്ങും, ഭവന പ്രാർത്ഥന മുടങ്ങും, അതൊക്കെ മുടങ്ങും. സൂമൊക്കെ ഇടയ്ക്ക് എന്തെങ്കിലും ആവശ്യത്തിന് വന്നാൽ അധികമൊന്നും മുടക്കാറില്ല. സൂമിൽ മീറ്റിംഗ് ആണെങ്കിലും നിർത്തികളൊക്കെ കയറും. പിന്നെ എനിക്ക് ചർച്ചിലെ പ്രാർത്ഥന ഒന്നും മുടങ്ങിയിട്ടില്ല. അത് 2024 അതിന് മുമ്പേ തുടങ്ങിയത്. 2023, 2000 എല്ലാ അതെ. പിന്നെ അതിന് മുമ്പൊക്കെ ഞാന് ഇപ്പൊ 2-3 കൊല്ലമായിട്ട് നമ്മുടെ ചർച്ചിന് മാത്രമേ ഞായറാഴ്ച, മറ്റേ അതിന് മുമ്പൊക്കെ ചിലപ്പോ എറണാകുളത്തോ ഒക്കെ പോയാൽ അവിടെ ആരാധന കൂടും. എറണാകുളത്തോ പിറവത്തൊക്കെ പോയാ, അതല്ല കല്യാണം മരണം ഒക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോ ഞായറാഴ്ച അവിടെ നിൽക്കുന്നുണ്ട്. അപ്പൊ അവിടെ പിറവത്ത് ചർച്ചിൽ പോകും, അല്ലെങ്കിൽ എറണാകുളത്ത് ചർച്ചിൽ പോകും. എങ്ങനെയായാലും ഞായറാഴ്ച ആരാധന ഒരിക്കലും മുടക്കിയിട്ടില്ല. പക്ഷെ ഇപ്പൊ 2024 എവിടെയും പോയിട്ടില്ല. ഞാൻ ഇവിടത്തെ തന്നെ ഞായറാഴ്ച ആരാധനയും വെള്ളിയാഴ്ച പ്രാർത്ഥനയും. അതുപോലെ വ്യാഴം വെള്ളി ശനി ഉണ്ട്. മാസാവസാനം വ്യാഴം വെള്ളി ശനി പ്രാർത്ഥന, അതും മുടക്കിയിട്ടില്ല. അതും ഒന്നും മുടങ്ങിയിട്ടില്ല. പിന്നെ ഭവന പ്രാർത്ഥനയ്ക്ക് ദൂരെയുള്ളടത്ത് പോയ രാത്രിയിലാണ് എപ്പോഴും പ്രാർത്ഥന. യാത്ര സൗകര്യം ഇല്ലാത്തതിന് ഭവന പ്രാർത്ഥന എല്ലാത്തിനും പോകാൻ പറ്റില്ല. പോകാൻ പറ്റിയ യാത്ര വാഹന സൗകര്യം ഉള്ളിടത്താണെങ്കിൽ പോകും, അല്ലെങ്കിൽ ഭവന പ്രാർത്ഥനയ്ക്ക് പറ്റില്ല. എനിക്ക് അങ്ങനെ എല്ലാ പ്രാർത്ഥനയും, അതും ഒരു പ്രാർത്ഥനയ്ക്ക് ഞാൻ വൈകി എത്തിയിട്ടില്ല. ഒരാരാധനയ്ക്കോ പ്രാർത്ഥനയ്ക്കോ ഞാൻ വൈകി എത്തിയിട്ടേ ഇല്ല. എപ്പോഴും ഞാൻ മിക്കവാറും ഏറ്റവും ആദ്യം ചെല്ലണത് ഞാനായിരിക്കും. മിക്കവാറും അതെ. എപ്പോഴും അതെ. ഒരിക്കലും വൈകുന്നൊരു ഒരിക്കലും ഉണ്ടായിട്ടില്ല. അസുഖമൊക്കെ ഉണ്ടെങ്കിലും ആ സമയമാകുമ്പോഴത്തേക്കും ഞാൻ എന്തെങ്കിലും പനിയോ, ഇപ്പൊ എനിക്കിത് ജലദോഷം ചെറുത പനി അങ്ങനെയില്ല, ജലദോഷമൊക്കെ ഉണ്ട്. എന്നാലും എന്ത് അസുഖം ഉണ്ടെങ്കിലും ഞായറാഴ്ച ആകുമ്പോഴത്തേക്കും അത് മാറും. ഒരു ദിവസം ഇക്കൊല്ലല്ല, അത് കഴിഞ്ഞല്ല, ഛർദിലും മറ്റുള്ളൊക്കെ വന്ന് ഞായറാഴ്ച ആകുമ്പോഴത്തേക്ക് മാറും. ഞായറാഴ്ച ആകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ വെള്ളിയാഴ്ച ആകുമ്പോഴത്തേക്ക് പ്രാർത്ഥന ഉള്ള ദിവസം ആകുമ്പോഴത്തേക്ക് അത് എന്തായാലും മാറും. ഒരിക്കലും ഒരു പ്രാർത്ഥന ആരാധന മുടങ്ങാൻ ഇട വന്നിട്ടില്ല. അതുപോലെ യാത്ര ചെയ്യാനൊക്കെ തിരുവല്ലയ്ക്ക് പോയിട്ട് വരാൻ സാധിച്ചു. നാള് കഴിഞ്ഞ ആഴ്ച എറണാകുളത്തിന് പോയിട്ട് വന്നു. പോയിട്ട് ഇങ്ങോട്ട് വേഗം വരണം. എറണാകുളത്ത് നേരെ അന്ന് തന്നെ ഇങ്ങോട്ട് വരണം, കാരണം പിറ്റേ ദിവസം പ്രാർത്ഥന ഉണ്ടാവും. അത് അങ്ങനെ ഇതുവരെ ദൈവം യാത്ര ചെയ്യാൻ ബസ്സിൽ കയറാനൊക്കെയുള്ള ആരോഗ്യം ദൈവം തന്നു. ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും അത് വരില്ല. ദൈവത്തിന് നന്ദി പറയാ. ഇതുവരെയും ദൈവം നടത്തിയെന്ന്. എന്റെ പ്രായമുള്ളവർക്കൊന്നും ബസ്സിൽ കയറാനേ പറ്റണില്ല. എനിക്ക് ബസ്സിൽ കയറാൻ സാധിക്കും. എനിക്ക് വേറെ വാഹനങ്ങൾ, കാറൊന്നും ഇല്ലല്ലോ. എന്തായാലും ദൈവം ബസ്സിൽ കയറാൻ ആരോഗ്യം തന്ന അതുകൊണ്ടാ. കാറുള്ളവർക്കൊന്നും ബസ്സിൽ കയറേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ എനിക്ക് ഇപ്പോഴും ഞാൻ ബസ്സിൽ കയറിയ അന്ന് പാലക്കാട് പോയത്, ഒലവക്കോട് പോയതൊക്കെ ബസ്സിൽ കയറിയ. ബസ്സിൽ തന്നെ, ഓട്ടോറിക്ഷയിലും കയറും ഇടയ്ക്ക്. ദൈവം എത്രത്തോളം ദൈവം ആരോഗ്യം നടത്തി. 2025 കാണാൻ ദൈവം ഭാഗ്യം തന്നു. ഇന്ന് ഞങ്ങളുടെ 2020 ജനുവരി 1 ഞങ്ങളുടെ പാസ്റ്റർ അച്ഛൻ മരിച്ചു. 2025 കണ്ടു. ഇന്ന് ജനുവരി 1 പാസ്റ്റർ അച്ഛൻ മരിച്ചു. അങ്ങനെ എപ്പോഴാ നമ്മൾ അറിയില്ല. മഹത്വം. ഹലോ, കോള് വന്ന ഇടയ്ക്ക്. അതുപോലെ ഇതുവരെ നടത്തി. ഇനിയും നിങ്ങളെല്ലാരും പ്രാർത്ഥിക്കണം. ഈ കിടപ്പിലാവാതെ ദൈവം കാത്തു കൊള്ളണമെന്ന് ഒരിക്കലും കിടപ്പിലാവാൻ ഇടവരരുത്. യാത്ര ചെയ്യാനുള്ള ആരോഗ്യം തരണം. മരിക്കുകയാണെങ്കിൽ ഇതുപോലെ അധികം ഒരു ദിവസം കിടക്കാണ്ട് മരിക്കണം എന്ന് എൻ്റെ ആഗ്രഹം. വേറെ ആരെയും ബുദ്ധിമുട്ടിക്കാണ്ട്
ദൈവമായിരിക്കണം. അതാണ് എൻ്റെ ആഗ്രഹം. കർത്താവ് സാധിപ്പിച്ചു തരുമെന്ന് ഞാൻ വിശ്വസിക്കുക. ഇനി ഇതുപോലെ നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആയുസ് തരുവാന്നിടത്തോളം കാലം ആരോഗ്യത്തോടെ നടക്കാൻ സാധിക്കണം. ദൈവത്തിന് സ്തോത്രം. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആന്റി, നമുക്ക് ആന്റിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. ഈ കൊല്ലം എല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ പറയണം. ശരി. ആന്റിയെ കർത്താവ് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. അത്ഭുതകരമായിട്ട് നടത്തിയ ചർച്ചിലെ മീറ്റിങ്ങുകൾ വയ്യെങ്കിലും ആ സമയത്ത് പോകാനുള്ള ആരാധനയ്ക്ക് പോകാനുള്ള ആരോഗ്യമൊക്കെ കൊടുത്തു. നന്ദി പറയാം. ആന്റിക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ സെബാസ്റ്റ്യൻ ബ്രദർ ശബ്ദം ഉയർത്തി പ്രാർത്ഥിക്കും. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങള് അങ്ങയുടെ മകളും ഞങ്ങളുടെ പ്രിയ സഹോദരിയുമായ തങ്കച്ചി ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, സഹോദരി അങ്ങ് പ്രാർത്ഥനാ വിഷയം പോലെ കർത്താവെ, ദൈവമേ, ജീവിച്ചിരിക്കുന്ന നാളിൽ ദൈവമേ കർത്താവിനെ മഹത്വപ്പെടുത്തി കർത്താവെ ജീവിപ്പാനായിട്ട് ആരോഗ്യത്തോടുകൂടി താൻ പറഞ്ഞതുപോലെ എല്ലാ സഭായോഗങ്ങളിലും ദൈവമേ സമയത്തിന് മുമ്പേ വന്ന് എല്ലാവർക്കും ഒരു മാതൃകയായിട്ട് ജീവിച്ച അങ്ങയുടെ ദാസിയെ കർത്താവ് ഇനിയും ബാക്കിയുള്ള ശിഷ്ടായുസ് കർത്താവെ ആരോഗ്യത്തോടെ ഇരിക്കുവാൻ കർത്താവ് കൃപ ചെയ്യുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേകർക്ക് കർത്താവ് ഒരു ആശ്വാസമായിരിക്കാനായിട്ട് ദൈവമേ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ കർത്താവെ അവർക്ക് നല്ല കൗൺസിൽ കൊടുത്ത് അവരെ ദൈവ വഴികളിൽ നടത്തുവാനായിട്ട് കർത്താവിൻ്റെ ദാസിയെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ തലകറക്കത്തിൽ നിന്നൊക്കെ കർത്താവ് വിടുതൽ കൊടുത്തല്ലോ, യാത്ര ചെയ്യുവാനായിട്ടുള്ള ആരോഗ്യം കൊടുത്തിട്ടുണ്ടല്ലോ. സഭയാവും പ്രാർത്ഥനാ മീറ്റിങ്ങുകൾക്കെല്ലാം മുടങ്ങാതെ പോകാൻ കർത്താവ് സഹായിക്കുന്നല്ലോ. എല്ലാത്തിനായിട്ട് അങ്ങേ സ്തുതിക്കുന്നു കർത്താവ്. ഇനിയും കർത്താവിൻ്റെ ശുശ്രൂഷയിൽ ഇനിയും ബലപ്പെടുത്തണമേ. വളരെയധികം നാളുകൾ ഇനിയും ജീവിക്കുവാൻ കർത്താവ് കൃപ ചെയ്യുമാറാണമേ. അങ്ങയുടെ നാമം ദാസിയുടെ ജീവിതത്തിൽ കൂടി മഹത്വപ്പെടുവാൻ ഇടയാകുമാറാണോ യേശു കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ദൈവോട് കേൾക്കണം പിതാവേ. ആമേൻ. എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി ഞാൻ എന്തു ചെയ്യേണ്ടു നിനക്കേശുപര, എന്തു ചെയ്യേണ്ടു നിനക്കേശുപര, അന്ത്യം വരെയും എന്നെ കാവൽ ചെയ്തിടുവാൻ അന്തികെ ഉള്ള മഹൽ ശക്തി നീയേ, അന്തിയുള്ള മഹൽ ശക്തി നീയേ. നന്ദി കൊണ്ടെൻ്റെ ഉള്ളം നന്ദി നിറയുന്നേ, സന്നാഹ മോടെ സ്തുതി പാടിടുന്നേ, നാഥ സന്നാഹമോടെ സ്തുതി പാടിടുന്നേ. എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി ഞാൻ എന്തു ചെയ്യേണ്ടു നിനക്കേശുപര, ഇപ്പോൾ എന്തു ചെയ്യേണ്ടു നിനക്കേശുപര. കുറ്റം കൂടാതെ എന്നെ തേജസ്സിൻ മുൻപാകെ മുറ്റും നീറുത്താൻ കഴിവുള്ളവനെ, എന്നെ മുറ്റും നീറുത്താൻ കഴിവുള്ളവനെ. താതൻ സന്നിധിയിൽ പേർക്കു സദാ പക്ഷവാദം ചെയ്യുന്ന മമ ജീവനാഥ, പക്ഷവാദം ചെയ്യുന്ന മമ ജീവനാഥ. എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി ഞാൻ എന്തു ചെയ്യേണ്ടു നിനക്കേശുപര, ഇപ്പോൾ എന്തു ചെയ്യേണ്ടു നിനക്കേശുപര. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ.
ഹല്ലേലൂയ, 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 നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും, നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും, നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും, നിൻ മഹാകൃപയ്ക്കായി അങ്ങേ ഞാൻ സ്തുതിച്ചിടുമെന്നും. നമ്മുടെ കണ്ണിനെ കണ്ണുനീരിൽ നിന്ന് വിടുവിച്ച കർത്താവിന് സ്തോത്രം. പറഞ്ഞു തീരാത്ത ദാനനിമിത്തം ദൈവത്തിന് സ്തുതി. കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 13-ാം വാക്യം. അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മെ വിമോചിപ്പിച്ചു, അവിടുത്തെ പ്രിയപുത്രൻ്റെ രാജ്യത്തിലേക്ക് നമ്മെ ആനയിക്കുകയും ചെയ്തു. അന്ധകാരത്തിൻ്റെ ആധിപത്യം കേവലം ഇരുട്ട് അതല്ല, സകല ലോകവും ദുഷ്ടന്റെ കീഴിലാണ്. അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിൽ നിന്ന് ഏതെങ്കിലും ആചാരങ്ങൾക്കോ അനുഷ്ഠാനങ്ങൾക്കോ പണത്തിനോ സംഘടനാ ശക്തിക്കോ ഒരുവനെ വിടുവിക്കാൻ പറ്റില്ല. അത് പിതാവായ ദൈവത്തിൻ്റെ പ്രിയപുത്രനായ യേശുക്രിസ്തുവിന് മാത്രമേ സാധിക്കൂ. അപ്പസ്തോലനായ പൗലോസ് കൊളോസ്യ സഭയിലെ വിശ്വാസികൾക്കാണ് ഈ ലേഖനം എഴുതിയിരിക്കുന്നത്. പണ്ട് അവർ അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിലായിരുന്നു. എന്നാൽ ലോകത്തിൻ്റെ പ്രകാശമായ ക്രിസ്തുവിനെക്കുറിച്ചുള്ള സുവിശേഷം കേട്ടപ്പോൾ, അത് വിശ്വസിച്ചപ്പോൾ ഇവരെ പിതാവായ ദൈവം വെളിച്ചത്തിൻ്റെ രാജ്യത്തിലാക്കി വെച്ചു. അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന്, പിതാവായ ദൈവം, അവിടുന്ന് നമ്മെ വിമോചിപ്പിച്ചു. ദൈവമക്കൾ വീണ്ടെടുക്കപ്പെട്ടവരാണ്, വിമോചിക്കപ്പെട്ടവരാണ്. ഫറവോൻ്റെ കീഴിൽ ഇസ്രായേൽ മക്കൾ കഠിനമായ അടിമത്തം അനുഭവിച്ചു. ദൈവം അവർക്ക് മോശയുടെ നേതൃത്വത്തിൽ വിടുതൽ നൽകി. പുതിയ നിയമത്തിൽ പാപത്തിൻ്റെയും പിശാചിൻ്റെയും ദുരുപദേശങ്ങളുടെയും പിടിയിൽ കിടന്നിരുന്ന നമ്മെ യേശു ക്രിസ്തു വിമോചിപ്പിച്ചു. പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാണ്. അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മെ വിമോചിപ്പിച്ചു, അവിടുത്തെ പ്രിയപുത്രൻ്റെ രാജ്യത്തിലേക്ക് നമ്മെ ആനയിക്കുകയും ചെയ്തു. ഇപ്പോൾ നമ്മൾ അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിലല്ല, പ്രിയപുത്രൻ്റെ രാജ്യത്തിലാണ്. ദൈവരാജ്യത്തിലെ പ്രജകളാണ് നാം. കർത്താവായ യേശു ക്രിസ്തുവിനെ ക്രൂശിക്കുവാൻ വേണ്ടി ശത്രുക്കൾ പിടിച്ചു. അപ്പോൾ ക്രിസ്തു എന്താണ് പറഞ്ഞത്? ലൂക്കോസ് 22:52 തൊട്ട്. അപ്പോൾ യേശു തനിക്കെതിരായി വന്ന പുരോഹിത പ്രമുഖന്മാരോടും ദേവാലയ സേനാധിപന്മാരോടും ജനപ്രമാണികളോടും പറഞ്ഞു, കവർച്ചക്കാരനെതിരെ എന്ന പോലെ വാളും വടിയുമായി നിങ്ങൾ വന്നിരിക്കുന്നുവോ? ഞാൻ നിങ്ങളോടുകൂടെ എല്ലാ ദിവസവും ദേവാലയത്തിലായിരുന്നപ്പോൾ നിങ്ങൾ എന്നെ പിടിച്ചില്ല. എന്നാൽ ഇത് നിങ്ങളുടെ സമയമാണ് അന്ധകാരത്തിൻ്റെ ആധിപത്യവും. കേവലം ഇരുട്ട് മാത്രമല്ല, ഇരുട്ടിൻ്റെ ആധിപത്യം. എന്നാൽ ഇത് നിങ്ങളുടെ സമയമാണ് അന്ധകാരത്തിൻ്റെ ആധിപത്യവും. എന്നാൽ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചപ്പോൾ സകല അന്ധകാര ശക്തികളെയും തൻ്റെ മരണത്താൽ തോൽപ്പിച്ചു. ക്രൂശിൽ അവയുടെ മേലെല്ലാം ക്രിസ്തു ജയോത്സവം കൊണ്ടാടി. കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ചതുകൊണ്ടാണ് ഇന്ന് നമ്മൾ സ്വതന്ത്രരായിരിക്കുന്നത്. ഇന്ന് നമ്മൾ അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിൽ നിന്ന് ഈ ദൈവരാജ്യത്തിലേക്ക് വരാനുള്ള കാരണം ക്രിസ്തു ക്രൂശിൽ മരിച്ചു. അങ്ങനെ നമുക്ക് വിമോചനം അവിടുന്ന് ഒരുക്കി തന്നു. അവിടുന്ന് ക്രൂശിൽ പൂർത്തീകരിച്ച ആ രക്ഷയെ നമ്മൾ അംഗീകരിക്കുന്നത്
ക്രിസ്തു ക്രൂശിൽ പൂർത്തീകരിച്ച ആ രക്ഷയെ നമ്മൾ അംഗീകരിച്ചത് കൊണ്ടാണ് അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിൽ നിന്ന് നമുക്ക് വിമോചനം കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾ അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിലല്ല, ദൈവപുത്രൻ്റെ രാജ്യത്തിലാണ്, വെളിച്ചത്തിൻ്റെ രാജ്യത്തിലാണ്. ഇപ്പോൾ തെളിവെന്താണ്? പണ്ട് അന്ധകാരത്തിൻ്റെ രാജ്യത്തിലായിരുന്നപ്പോൾ നമ്മുടെ കർത്താവ് ആരായിരുന്നു? അന്ന് നമ്മൾ ദൈവക്രോധത്തിൻ്റെ മക്കളായിരുന്നു, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്തവരായിരുന്നു. എന്നാൽ നമ്മൾ പ്രിയപുത്രൻ്റെ രാജ്യത്തിലാണ് എങ്കിൽ അതിൻ്റെ തെളിവെന്താണ്? നമ്മൾ ഇരുട്ടിൻ്റെ പ്രവൃത്തികളോട് പൂർണ്ണമായി വിട പറയും. വൈരാഗ്യമില്ല, വിദ്വേഷമില്ല, പകയില്ല, പിണക്കമില്ല. സഹോദരന്മാരെ ഹൃദയപൂർവ്വം നമ്മൾ സ്നേഹിക്കും. ഇതാണ് നമ്മളിപ്പോൾ ഇരുട്ടിൻ്റെ ആധിപത്യത്തിലല്ല, പുത്രൻ്റെ രാജ്യത്തിലാണ് എന്നുള്ളതിന് തെളിവ്. ഞാൻ അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിൽ നിന്ന് പുത്രൻ്റെ രാജ്യത്തിലേക്ക് വന്നവനാണ് എന്ന് കേവലം അവകാശപ്പെട്ടാൽ മാത്രം പോരാ. നമ്മുടെ പ്രവൃത്തികൾ മുഖാന്തരം നാം ഇപ്പോൾ അന്ധകാരത്തിൻ്റെ അധികാരത്തിന് കീഴിലല്ല, പുത്രൻ്റെ അധികാരത്തിന് കീഴിലാണ് എന്ന് നമ്മുടെ പ്രവൃത്തി വഴിയാണ് നമ്മൾ ഈ ലോകക്കാർക്ക് സാക്ഷ്യം നൽകേണ്ടത്. 1 യോഹന്നാൻ 2:8 തൊട്ട്, എങ്കിലും ഞാൻ നിങ്ങൾക്ക് എഴുതുന്നത് ഒരു പുതിയ കൽപ്പനയെക്കുറിച്ചാണ്. അത് അവനിലും നിങ്ങളിലും സത്യമാണ്. എന്തുകൊണ്ടെന്നാൽ അന്ധകാരം അസ്തമിച്ചു കൊണ്ടിരിക്കുന്നു, യഥാർത്ഥ പ്രകാശം ഉദിച്ചു കഴിഞ്ഞിരിക്കുന്നു. താൻ പ്രകാശത്തിലാണെന്ന് പറയുകയും അതേസമയം തൻ്റെ സഹോദരനെ വെറുക്കുകയും ചെയ്യുന്നവൻ ഇപ്പോഴും അന്ധകാരത്തിലാണ്. പുത്രൻ്റെ രാജ്യത്തിലാണ് എന്ന് അവകാശപ്പെടുകയും സഹോദരന്മാരെ വെറുത്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന വ്യക്തി വാസ്തവത്തിൽ ഈ വെളിച്ചത്തിലേക്ക് വന്നിട്ടില്ല എന്നാണിത് കാണിക്കുന്നത്. താൻ പ്രകാശത്തിലാണെന്ന് പറയുകയും, പറയാനും അവകാശവാദം മുഴക്കാനും ആർക്കും സാധിക്കുമല്ലോ. താൻ പ്രകാശത്തിലാണെന്ന് പറയുകയും അതേസമയം തൻ്റെ സഹോദരനെ ദ്വേഷിക്കുകയും ചെയ്യുന്നവൻ ഇപ്പോഴും അന്ധകാരത്തിലാണ്. നാം ധ്യാനിക്കുന്നത് കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 13-ാം വാക്യമാണ്. ആ വാക്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളാണ് നാം ഇവിടെ സാവകാശം ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. കൊളോസ്യർ 1:13 വീണ്ടും വായിക്കുകയാണ്. അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിൽ നിന്ന് നമ്മെ വിമോചിപ്പിച്ചു, അവിടുത്തെ പ്രിയപുത്രൻ്റെ രാജ്യത്തിലേക്ക് നമ്മെ ആനയിക്കുകയും ചെയ്തു. കിങ്ഡം ഓഫ് ബിലവഡ് സൺ, സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി നമ്മെ പിതാവായ ദൈവം വെച്ചിരിക്കുന്നു. യേശുക്രിസ്തുവിനെ ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ബിലവഡ് സൺ. അവിടുത്തെ പ്രിയപുത്രൻ്റെ രാജ്യത്തിലേക്ക് നമ്മെ ആനയിക്കുകയും ചെയ്തു. 2 പത്രോസ് 1:11, നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിൻ്റെ അനശ്വരമായ രാജ്യത്തിലേക്ക് അനായാസം നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കുകയും ചെയ്യും. പുത്രൻ്റെ രാജ്യം അത് ഇളകാത്ത രാജ്യമാണ്, അനശ്വരമായ രാജ്യമാണ്. ഈ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും ഇളകിക്കൊണ്ടിരിക്കുകയാണ്. സ്വസ്ഥതയില്ല, സമാധാനമില്ല. ഭരണാധികാരികൾക്ക് പോലും സ്വസ്ഥതയില്ല. എപ്പോഴും അധികാരം തെറിക്കാം, യുദ്ധം, ക്ഷാമം, എന്തെല്ലാം സംഭവിക്കുന്നു. എന്നാൽ ഒരു ഇളകാത്ത രാജ്യം അത് പുത്രൻ്റെ രാജ്യമാണ്. ആ പുത്രൻ്റെ രാജ്യത്തിലേക്ക് ധാരാളമായി പ്രവേശനം ലഭിക്കുന്ന കാര്യമാണ് പത്രോസ് ഇവിടെ പറയുന്നത്. പത്രോസ് എഴുതിയ ലേഖനം നമ്മൾ പഠിച്ചതുകൊണ്ട് ഇപ്പോൾ വിവരിക്കുന്നില്ല. 2 പത്രോസ് 1:11, നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവിൻ്റെ അനശ്വരമായ രാജ്യത്തിലേക്ക് അനായാസം നിങ്ങൾക്ക് പ്രവേശനം ലഭിക്കുകയും ചെയ്യും. ഈ പുത്രൻ്റെ രാജ്യത്തിലേക്ക് അക്ഷരാർത്ഥത്തിൽ നമ്മൾ പ്രവേശിക്കുന്നത് യേശുവിൻ്റെ 2ാമത്തെ വരവിലാണ്. പക്ഷെ ഇപ്പോൾ തന്നെ യേശുവിലൂടെ രക്ഷ സ്വീകരിച്ച എല്ലാവരും ഈ പുത്രൻ്റെ രാജ്യത്തിനകത്ത് ആത്മീയമായി അംഗങ്ങളാണ്. ക്രിസ്തുവിൻ്റെ 2ാമത്തെ വരവിലാണ് ഈ പുത്രൻ്റെ രാജ്യത്തിലെ സകല സന്തോഷവും സമ്പൂർണമായ അളവിൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ തന്നെ നമ്മൾ ആത്മീയമായ സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടവരാണെങ്കിലും നമ്മൾ അങ്ങോട്ട് എത്തിയിട്ടില്ല. സ്വർഗവുമായി നമുക്കൊരു കണക്ഷനുണ്ട്. ഇപ്പോൾ നമ്മൾ ദൈവരാജ്യത്തിലെ പ്രജകളാണ്. ഇപ്പോൾ നമ്മൾ അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിന് കീഴിലല്ല, പിന്നെയോ യേശുവാണ് നമ്മുടെ കർത്താവ്.
യേശുവിൻ്റെ അധികാരത്തിൻ കീഴിലാണ്. മത്തായി എഴുതിയ സുവിശേഷം 25:34. അനന്തരം രാജാവ് തൻ്റെ വലത്തുഭാഗത്തുള്ളവരോട് അരുളി ചെയ്യും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. പുത്രൻ്റെ രാജ്യം. ആ രാജ്യത്തെക്കുറിച്ചുള്ള റെഫറൻസാണ് നാം വായിക്കുന്നത്. രാജാവ് തൻ്റെ വലത്തുഭാഗത്തുള്ളവരോട്, സൽപ്രവൃത്തി ചെയ്തവരോട് അന്ന് പറയുകയാണ്, അനന്തരം രാജാവ് തൻ്റെ വലത്തുഭാഗത്തുള്ളവരോട് അരുളി ചെയ്യും, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ. ആരാണിവിടെ രാജാവ്? അത് പുത്രൻ തന്നെയാണ്, യേശു തന്നെയാണ്. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ. ഈ പിതാവ് ആരാണ്? സ്വർഗീയ പിതാവാണ്. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, വരുവിൻ, ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ. 1 കൊരിന്ത്യർ 15:23 തൊട്ട്. എന്നാൽ ഓരോരുത്തരും താന്താങ്ങളുടെ ക്രമമനുസരിച്ചായിരിക്കും. ആദ്യഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിൻ്റെ ആഗമനത്തിൽ അവനുള്ളവരും. അവൻ എല്ലാ ഭരണവും അധികാരവും. ഇപ്പോൾ ധാരാളം ഭരണാധികാരികളുണ്ട്, രാജ്യങ്ങളുണ്ട് ഈ ലോകത്തിൽ. പക്ഷെ ഒടുവിൽ എന്ത് സംഭവിക്കും? ക്രിസ്തുവിൻ്റെ വരവിൽ അവൻ എല്ലാ ഭരണവും അധികാരവും ശക്തിയും നിർമാർജനം ചെയ്ത് രാജ്യം പിതാവായ ദൈവത്തിന് സമർപ്പിക്കുമ്പോൾ എല്ലാറ്റിൻ്റെയും അവസാനമാകും. ദൈവമക്കൾ ഈ ലോകത്തിൽ അന്യരാണ്, പരദേശികളാണ്. നമ്മൾ പുത്രൻ്റെ രാജ്യത്തിലെ അംഗങ്ങളാണ്. ഇതൊന്നും ലോകക്കാർക്ക് അറിയുകയില്ല. പക്ഷേ നമുക്കറിയാം, നമ്മൾ യേശുവിൻ്റെ രാജ്യത്തിലെ അംഗങ്ങളാണ്. യേശു എന്താണ് പറഞ്ഞത്? ലൂക്കോസ് എഴുതിയ സുവിശേഷം ലൂക്കോസ് 12:32. ചെറിയ അജഗണമേ, ഭയപ്പെടേണ്ട, എന്തെന്നാൽ നിങ്ങൾക്ക് രാജ്യം നൽകാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. ഇവിടെ മനുഷ്യൻ ഒരു 10 ഏക്കർ ഭൂമിക്ക് വേണ്ടി കടിപിടി കൂടാറുണ്ട്, വഴക്ക് കൂടാറുണ്ട്. അത് നഷ്ടപ്പെട്ടാൽ സങ്കടപ്പെടുന്നവരുണ്ട്. പക്ഷേ നമുക്ക് നിത്യമായ രാജ്യത്തിലേക്ക്, ഇളകാത്ത രാജ്യത്തിലേക്ക് പ്രവേശനമാണ് കിട്ടിയിരിക്കുന്നത്. ചെറിയ ആട്ടിൻകൂട്ടമേ, ഭയപ്പെടേണ്ട, നിങ്ങൾക്ക് രാജ്യം തരാൻ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. ഈ ലോകത്തിൽ മഹാധനികനായൊരു മനുഷ്യൻ, കോടിക്കണക്കിന് ഏക്കർ ഭൂമി അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ടെങ്കിൽ ഒരു 5 സെൻറ്റ് ഭൂമി നഷ്ടപ്പെട്ടാൽ അദ്ദേഹം വഴക്കിന് പോകുമോ? ഒരിക്കലുമില്ല. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ച് 5 സെൻറ്റ് ഭൂമി എത്രയോ നിസ്സാരമാണ്. ദൈവമക്കൾക്ക് ലഭിക്കാൻ പോകുന്നത് എറ്റേണൽ ഇൻഹെറിറ്റൻസ് ആണ്. പുത്രൻ്റെ രാജ്യം, ഇളകാത്ത രാജ്യം. ആ രാജ്യത്തിലെ അവകാശിയാണ് എന്നുള്ള ബോധ്യം നമുക്കുണ്ടെങ്കിൽ ഈ ഭൂമിയിലെ അല്പം ചില ഭൂമി കഷ്ണത്തിന് വേണ്ടി, ലോട്ടിന് വേണ്ടി വഴക്ക് കൂടാൻ പോകുമോ? അതുകൊണ്ടാണ് ക്രിസ്തു പറഞ്ഞത് ലൂക്കോസ് 6:30, നിന്നോട് ചോദിക്കുന്ന ഏവനും കൊടുക്കുക, നിനക്കുള്ളത് എടുത്തു കളയുന്നവനോട് തിരികെ ചോദിക്കരുത്. കാരണം ഏറ്റവും ശ്രേഷ്ഠമായത്, നിത്യമായത്, ഇളകാത്തത് അനുഭവിക്കാൻ പോകുന്നവരാണ് നാം. അതുകൊണ്ട് ഈ താൽക്കാലികമായവ, ഈ ഭൂമിയിലെ ഏതെങ്കിലും ഭൗതിക നന്മകൾ നമ്മിൽ നിന്ന് ആരെങ്കിലും കവർന്നെടുത്താൽ അതിൻ്റെ പേരിൽ നാം അസ്വസ്ഥരാകരുത്. എബ്രായ വിശ്വാസികൾ അവർ ക്രിസ്തുമാർഗത്തിലേക്ക് വന്നു എന്ന ഒറ്റ കാരണത്താൽ അവരുടെ വസ്തുവകകൾ ശത്രുക്കൾ അപഹരിച്ചു. ഇവർക്ക് നിരാശ വന്നില്ല. കാരണം സ്വർഗത്തിൽ അവർക്ക് നിലനിൽക്കുന്ന ഉത്തമ സമ്പത്തുണ്ട് എന്ന് അറിവുണ്ടായതുകൊണ്ട്, എന്ന് അവർക്ക് അറിവ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് വസ്തുക്കളുടെ അപഹാരം പോലും, നഷ്ടം പോലും അവർ സന്തോഷത്തോടെ സഹിച്ചു. നമ്മളിപ്പോൾ പുത്രൻ്റെ രാജ്യത്തിലാണ്. തെളിവെന്താണ്? പണ്ട് അന്ധകാര രാജ്യത്തിലായിരുന്നപ്പോൾ വഴക്കും പണത്തിന് വേണ്ടിയും സ്വന്തം പിതാവിൽ നിന്ന് ലഭിച്ച അവകാശം കുറഞ്ഞുപോയി അതിൻ്റെ പേരിലും അയൽപ്പക്കക്കാരോടും അതിർത്തി പ്രശ്നവും വഴിത്തർക്കവും അങ്ങനെ ഒക്കെ നടന്ന
ധാരാളം ആളുകളാണ് ഈ അന്ധകാര രാജ്യത്തിൽ നിന്ന് പുത്രൻ്റെ രാജ്യത്തിലേക്ക് വന്നിരിക്കുന്നത്. അവർ പുത്രൻ്റെ രാജ്യത്തിലേക്ക് വന്നു എന്നുള്ളതിൻ്റെ തെളിവെന്താണ്? പണ്ട് അന്ധകാര രാജ്യത്തിലായിരുന്നപ്പോൾ അവർ നടത്തിയിരുന്ന വഴക്കും നേരത്തെ പറഞ്ഞ വസ്തുക്കൾക്ക് വേണ്ടിയുള്ള പിടിവലിയും കേസും അതൊന്നും ഇപ്പോൾ അവർ നടത്തുന്നില്ല. കാരണം എന്താണ്? നാം ധ്യാനിക്കുന്ന വാക്യം കൊളോസ്യർ 1:13. അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിൽ നിന്ന് നമ്മെ അവിടുന്ന് വിമോചിപ്പിച്ചു, അവിടുത്തെ പ്രിയപുത്രൻ്റെ രാജ്യത്തിലേക്ക് നമ്മെ ആനയിക്കുകയും ചെയ്തു. ഇപ്പോൾ നമ്മൾ സ്വർഗത്തിൽ എത്തിയിട്ടില്ല, പക്ഷെ ആത്മീയമായി ഇപ്പോഴേ നമ്മൾ ഈ പ്രിയപുത്രൻ്റെ രാജ്യത്തിലാണ് വസിക്കുന്നത്. ക്രിസ്തു വരുമ്പോഴാണ് നമ്മൾ അക്ഷരാർത്ഥത്തിൽ അങ്ങോട്ട് പ്രവേശിക്കുന്നത്. പക്ഷെ ഇപ്പോൾ തന്നെ വീണ്ടും ജനിച്ച എല്ലാ ദൈവമക്കളും ഈ ലോകത്തിലാണ് ജീവിക്കുന്നതെങ്കിലും നമ്മൾ പുത്രൻ്റെ രാജ്യത്തിലാണ്. ഫിലിപ്പിയ ലേഖനം 3:20 പറയുന്നത് നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാണ്. അവിടെ നിന്ന് കർത്താവായ യേശു രക്ഷിതാവായി വരും നാം കാത്തിരിക്കുന്നു. നമുക്കൊരു പ്രത്യാശയുണ്ട്. ഇപ്പോൾ നമ്മൾ പുത്രൻ്റെ രാജ്യത്തിലാണ്. പുത്രൻ്റെ രാജ്യത്തിലാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ അന്ധകാര രാജ്യത്തിലായിരുന്നപ്പോൾ ഉണ്ടായിരുന്ന വഴക്കും സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള നെട്ടോട്ടവും വൈരാഗ്യവും വിദ്വേഷവും കേസും ഒന്നും ഇപ്പോൾ നമുക്കില്ല. ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇപ്പോഴും അന്ധകാര രാജ്യത്തിൽ തന്നെയാണ് എന്നല്ലേ? ഇനി നമ്മൾ പുത്രൻ്റെ രാജ്യത്തിലാണ് എങ്കിൽ എന്താണ് നമ്മുടെ പ്രത്യേകത? റോമാലേഖനം 14:17 പറയുന്നത് ദൈവരാജ്യം എന്നത് ഭക്ഷണമോ പാനീയമോ അല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും അത്രേ. അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിൽ നിന്ന് പുത്രൻ്റെ രാജ്യത്തിലേക്ക്, ദൈവരാജ്യത്തിലേക്ക് നാം വന്നിട്ടുണ്ടെങ്കിൽ മനസ്സ് കലങ്ങി നീറി നാളെ എന്ത് സംഭവിക്കും അങ്ങനെ ടെൻഷനായി മറ്റു ജനതകളെ പോലെ കഴിയേണ്ട കാര്യമില്ല. പരിശുദ്ധാത്മാവ് നമുക്ക് സ്വർഗീയ സന്തോഷവും സമാധാനവും ഹൃദയങ്ങളിലേക്ക് വർഷിക്കുന്നു. പുറമേ കഷ്ടതകളും പ്രലോഭനങ്ങളും എതിർപ്പും ഒക്കെ ഉണ്ടെങ്കിലും നമ്മുടെ അകത്ത് ക്രിസ്തു വസിക്കുന്നുണ്ട്. ആർക്കാണ് പൗലോസ് ഈ ലേഖനം എഴുതുന്നത്? ഈ മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിലിരിക്കുന്നു. കൊളോസ്യർ 1:27. ക്രിസ്തു ഉള്ളിടത്ത് കലക്കമില്ല. ക്രിസ്തു ഒരുവൻ്റെ ഉള്ളിൽ വസിക്കുന്നുവെങ്കിൽ സമാധാനമുണ്ട്. വാസ്തവത്തിൽ പുത്രൻ്റെ രാജ്യത്തിലാണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നതെങ്കിൽ അവിടെ സ്വസ്ഥതയുണ്ട്, സമാധാനമുണ്ട്. അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിൽ കഴിഞ്ഞിരുന്ന കാലത്ത്, അതായത് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ്, ഒരു സ്വസ്ഥതയുമില്ല, സമാധാനമില്ല. ദൈവരാജ്യമെന്നാൽ ഭക്ഷണവും പാനീയവുമല്ല, പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. കൊളോസ്യർ 1:13 നാം ധ്യാനിക്കുന്നത്. ആ വാക്യത്തിൽ യേശുവിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിൽ നിന്ന് അവിടുന്ന് നമ്മെ വിമോചിപ്പിച്ചു, അവിടുത്തെ പ്രിയപുത്രൻ്റെ രാജ്യത്തിലേക്ക് നമ്മെ ആനയിക്കുകയും ചെയ്തു. പ്രിയപുത്രൻ, ബിലവഡ് സൺ. പിതാവായ ദൈവത്തിന് ഒരേ ഒരു മകനേയുള്ളൂ, യേശുക്രിസ്തു. യേശുക്രിസ്തു പിതാവായ ദൈവത്തിന് പ്രിയപുത്രനാണ്. പ്രിയപുത്രനായ യേശുക്രിസ്തുവിലൂടെയാണ് നമ്മെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് നമ്മളും പിതാവായ ദൈവത്തിന് പ്രിയമക്കളാണ്. ദൈവത്തിൻ്റെ ഏകജാതനായ യേശുക്രിസ്തു ദൈവത്തിന് പ്രിയപുത്രനാണ്. ദൈവത്തിൻ്റെ പ്രിയപുത്രനായ യേശുക്രിസ്തുവിലൂടെയാണ് പിതാവായ ദൈവം നമ്മെ ഓരോരുത്തരെയും തിരഞ്ഞെടുത്തത്. യേശുക്രിസ്തു ആരെയൊക്കെ തിരഞ്ഞെടുത്തുവോ അവരെല്ലാവരും പിതാവായ ദൈവത്തിന് പ്രിയപ്പെട്ടവരാണ്. അതുകൊണ്ട് യേശുവിനെ സ്നേഹിക്കുന്നത് പോലെ പിതാവായ ദൈവം യേശുക്രിസ്തുവിനാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെയും സ്നേഹിക്കുന്നു. ഈ തിരിച്ചറിവ് നമുക്കുണ്ടാകണം. പ്രിയപുത്രൻ. ഏശയ്യാ 42:1. ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ. യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന പ്രവചനമാണ്
ഏശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നു. ഏശയ്യാ 42:1. ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, ഞാൻ തെരഞ്ഞെടുത്ത എൻ്റെ പ്രീതിപാത്രം. ക്രിസ്തുവിനെക്കുറിച്ച് എന്താണ് അവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത്? ഞാൻ തെരഞ്ഞെടുത്ത എൻ്റെ പ്രീതിപാത്രം, ഞാൻ എൻ്റെ ആത്മാവിനെ അവന് നൽകി, അവൻ ജനതകൾക്ക് നീതി പ്രദാനം ചെയ്യും. യോഹന്നാൻ്റെ കൈക്കീഴിൽ യേശു ക്രിസ്തു സ്നാനപ്പെടുന്ന സന്ദർഭം. സ്നാനപ്പെടുവാൻ ധാരാളം പാപികളും അവിടെ തയ്യാറായി നിൽക്കുന്നുണ്ട്. ധാരാളം പേർ സ്നാനപ്പെട്ടുകൊണ്ടിരിക്കുന്നു. യേശുവും അവിടെയുണ്ട്. അപ്പോൾ സ്വർഗം തുറന്ന് ഒരു ശബ്ദം, പിതാവായ ദൈവം അവിടെയുള്ള എല്ലാവരും കേൾക്കെ സംസാരിക്കുകയാണ്. മറ്റു ജനങ്ങൾ കേൾക്കെ പിതാവായ ദൈവം യേശുവിനോട് സംസാരിക്കുന്ന സന്ദർഭങ്ങൾ വളരെ കുറച്ചേയുള്ളൂ. അതിലൊന്നാണ് അതിലൊന്നാണ് ആ സ്നാനത്തിൻ്റെ ആ ഘട്ടം. മത്തായി 3:17. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് ഒരു സ്വരം സ്വർഗത്തിൽ നിന്ന് കേട്ടു. പിതാവായ ദൈവം യേശുവിനെക്കുറിച്ച് പറയുന്നത് എന്താണ്? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇനി മറുരൂപമലയിൽ വെച്ച് പിതാവായ ദൈവം എന്താണ് സംസാരിച്ചത് യേശുവിനെക്കുറിച്ച്? മത്തായി 17:4 തൊട്ട്. പത്രോസ് യേശുവിനോട് പറഞ്ഞു, കർത്താവേ, നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്. നിനക്ക് സമ്മതമാണെങ്കിൽ ഞങ്ങൾ ഇവിടെ 3 കൂടാരങ്ങൾ ഉണ്ടാക്കാം. ഒന്ന് നിനക്ക്, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയായ്ക്ക്. അവൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ശോഭയേറിയ ഒരു മേഘം വന്ന് അവരെ ആവരണം ചെയ്തു. മേഘത്തിൽ നിന്ന് ഇങ്ങനെയൊരു സ്വരമുണ്ടായി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവൻ്റെ വാക്ക് കേൾക്കുവിൻ. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവൻ്റെ വാക്ക് കേൾക്കുവിൻ. സ്വർഗീയ പിതാവ് ഒരിക്കലും പറഞ്ഞില്ല മറിയത്തിൻ്റെ വാക്ക് കേൾക്കാൻ. ഇന്ന് പലരും മറിയ അവിടെ പ്രത്യക്ഷപ്പെട്ടു, ഇവിടെ പ്രത്യക്ഷപ്പെട്ടു, കൊന്ത ചെല്ലാൻ പറഞ്ഞു, മറിയ അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് മറിയാരാധകരായി തീർന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ പിതാവായ ദൈവം പറഞ്ഞത് മറിയം പറഞ്ഞത് കേൾക്കാനല്ല. മറിയം മനുഷ്യർക്കൊരു നിർദ്ദേശവും നൽകിയിട്ടില്ല. കാനായിലെ കല്യാണത്തിൽ വെച്ച് മറിയം പറഞ്ഞത് അവന് എന്തെങ്കിലും പറഞ്ഞാൽ അത് ചെയ്യുവനെന്നാണ്. യേശു എന്താണോ പറയുന്നത് അത് ചെയ്താൽ മതി. അല്ലാതെ മറിയം മനുഷ്യർക്കായി ഒരു സന്ദേശവും നൽകിയിട്ടില്ല, ഇനി നൽകുകയുമില്ല. ഇനി ഏതെങ്കിലും ചില ശക്തികൾ സ്ത്രീവേഷം കെട്ടി വന്ന് ഞാനൊരു സന്ദേശം തരാൻ പോകുന്നു, ഭയങ്കര സന്ദേശമാണ്, ആ സന്ദേശം തുറക്കരുത് എന്നൊക്കെ ഒരു പ്രത്യേക ശക്തി ചിലർക്ക് പ്രത്യക്ഷപ്പെട്ട് ചില സന്ദേശങ്ങളൊക്കെ, രഹസ്യ സന്ദേശങ്ങളൊക്കെ കൊടുത്താൽ ഒരു കാര്യം മനസ്സിലാക്കുക, അതെല്ലാം പൈശാചികമായ സന്ദേശങ്ങളാണ്. ഒരിക്കലും പിതാവായ ദൈവം ഈ ലോക ജനതയ്ക്ക് സന്ദേശം അറിയിക്കുവാൻ മറിയത്തെ അയക്കുകയില്ല. ഈ ലോക ജനതയ്ക്ക് വേണ്ട സന്ദേശം പിതാവായ ദൈവം തൻ്റെ സ്വന്തം പുത്രൻ വഴി കൊടുത്തു കഴിഞ്ഞു. അത് വിശ്വസിക്കുകയാണ് വേണ്ടത്. അല്ലാതെ മറിയം ഓടി നടന്ന് അവിടെ പ്രത്യക്ഷപ്പെട്ടു, ഇനി ആ മറിയം എന്ത് സന്ദേശമാണോ ചില കുട്ടികൾക്കോ മുതിർന്നവർക്കോ കൊടുത്തത് അതനുസരിച്ച് മറിയാരാധന നടത്തണം, മറിയത്തോട് അപേക്ഷിക്കണം, വിഗ്രഹമുണ്ടാക്കി വണങ്ങണം എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ശക്തി ഏതാണ്? സുവിശേഷത്തിന് വിരോധമായി ക്രിസ്തുവിൽ നിന്ന് ജനത്തെ അകറ്റുവാൻ പല കോലത്തിലും പിശാച് വരുമെന്ന് ബൈബിൾ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. അത് മറിയത്തിൻ്റെ പേരിലും വരാം, ആരുടെ പേരിലും അത്തരം ശക്തികൾ വരാം. പക്ഷേ ലക്ഷ്യമെന്താണെന്ന് നാം തിരിച്ചറിയണം. ഇവിടെ പിതാവ് പറയുന്നത് മറിയം പറയുന്നത് കേൾക്കാനല്ല. ഇന്ന് മറിയം പറഞ്ഞു എന്ന് പറഞ്ഞ്, ഇന്ന് മറിയത്തിൻ്റെ സന്ദേശമാണ് എന്ന് പറഞ്ഞ് അത് കേൾക്കുന്ന പലരും യേശു പറയുന്നത് കേൾക്കുന്നില്ല. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. അത് യേശുവിൻ്റെ വചനമാണ്. എന്നാൽ മറിയത്തിൻ്റെ പിന്നാലെ മറിയം സന്ദേശം കൊടുത്തു എന്ന് പറഞ്ഞ് മറിയാരാധനയും മറിയത്തോട് അപേക്ഷകളും നടത്തുന്നവർ ക്രിസ്തുവിൻ്റെ വചനത്തിന് അല്പം പോലും പ്രാധാന്യം കൊടുക്കുന്നില്ല. മർക്കോസ് 16:16 അതുപോലെ ക്രിസ്തു പറഞ്ഞ ഒത്തിരി വചനങ്ങൾ അവർ അനുസരിക്കുന്നില്ല. അപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും, ഈ മറിയം ദർശനം നൽകി സന്ദേശം കൊടുത്തു എന്നൊക്കെ പറയുന്നതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ശക്തി എന്താണെന്ന് വീണ്ടും ജനിച്ച ദൈവമക്കൾക്ക് അറിയാം. അതിനെക്കുറിച്ച് കൂടുതൽ ഇപ്പോൾ വിശദീകരിക്കുന്നില്ല.
മേഘത്തിൽ നിന്ന് ഇങ്ങനെയൊരു സ്വരമുണ്ടായി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവൻ്റെ വാക്ക് കേൾക്കുവിൻ. നമുക്കത് മതി. യേശുവിൻ്റെ വാക്ക് കേട്ടാൽ മതി. യേശുവിൻ്റെ വചനത്തിൽ നിന്ന് വഴിതെറ്റിക്കുന്ന സഭാപ്രബോധനങ്ങളോ നേരത്തെ പറഞ്ഞ സന്ദേശങ്ങളോ നമുക്ക് വേണ്ട. ക്രിസ്തുവിൻ്റെ ഉപദേശം മതി. ആകാശവും ഭൂമിയും മാറിയാലും മാറ്റമില്ലാത്ത ആ പ്രബോധനം നമ്മെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ ശക്തിയുള്ള പ്രബോധനമാണ്. അവിടുത്തെ വാക്കുകളാണ് നമുക്ക് നിത്യജീവൻ തരുന്നത്. ഹല്ലേലൂയ, സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 35-ാം വാക്യം. പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു, എല്ലാം അവൻ്റെ കൈകളിൽ ഏൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. കൊളോസ്യർ 3:13 നാം ധ്യാനിക്കുന്നത്. ആ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ബിലവഡ് സൺ. ഇവിടെ യേശു എന്താണ് പറയുന്നത്? പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു. പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു. പിതാവ് പുത്രനെ നോക്കി എന്താണ് പറഞ്ഞത്? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. യേശുവിനറിയാം എൻ്റെ പിതാവ് എന്നെ സ്നേഹിക്കുന്നു. അതുകൊണ്ട് യേശു പറയുന്നത് പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു. തെളിവെന്താണ്? എല്ലാം അവൻ്റെ കൈകളിൽ ഏൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. അതാണ് മത്തായിലും ക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. പിതാവായ ദൈവം തൻ്റെ ബിലവഡ് സൺ, പ്രിയപുത്രനാണ് എല്ലാ അധികാരവും ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു, എല്ലാം അവൻ്റെ കൈകളിൽ ഏൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. യോഹന്നാൻ 17:24. പിതാവേ, ലോകസ്ഥാപനത്തിന് മുമ്പ് എന്നോടുള്ള അവിടുത്തെ സ്നേഹത്താൽ അങ്ങ് എനിക്ക് മഹത്വം നൽകി. ഇവിടെ ക്രിസ്തു പറയുകയാണ്, പിതാവ് ഇന്നോ ഇന്നലെയോ അല്ല യേശുവിനെ സ്നേഹിക്കാൻ തുടങ്ങിയത്. പിതാവേ, ലോകസ്ഥാപനത്തിന് മുമ്പ് എന്നോടുള്ള അവിടുത്തെ സ്നേഹത്താൽ അങ്ങ് എനിക്ക് മഹത്വം നൽകി. പിതാവ് പുത്രനെ സ്നേഹിക്കുന്നത് കൊണ്ട് എല്ലാം പുത്രൻ്റെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. മാത്രമല്ല, പിതാവേ, ലോകസ്ഥാപനത്തിന് മുമ്പ് എന്നോടുള്ള അവിടുത്തെ സ്നേഹത്താൽ അങ്ങ് എനിക്ക് മഹത്വം നൽകി. ആ മഹത്വം ഇനി സകല ലോകരും ഒരു നാളിൽ കാണും. സ്വർലോകത്തിലുള്ളവരുടെയും ഭൂലോകത്തിലുള്ളവരുടെയും അധോലോകത്തിലുള്ളവരുടെയും മുഴങ്കാലുകളെല്ലാം അടങ്ങുകയും യേശുക്രിസ്തു മാത്രം ഏക കർത്താവ് എന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി ഏറ്റുപറയുകയും ചെയ്യും. തൻ്റെ പ്രിയപുത്രന് പിതാവ് അങ്ങേയറ്റം മഹത്വം കൊടുത്തിരിക്കുന്നു. എഫേസ്യർ 1:6. അവിടുന്ന് ഇപ്രകാരം ചെയ്തത് തൻ്റെ പ്രിയപ്പെട്ടവനിലൂടെ നമ്മിൽ ചൊരിഞ്ഞ തൻ്റെ കൃപയുടെ മഹത്വത്തിനും പുകഴ്ചയ്ക്കും വേണ്ടിയാണ്. അവിടുന്ന് ഇപ്രകാരം ചെയ്തത്, പിതാവായ ദൈവം ഇപ്രകാരം ചെയ്തത് തൻ്റെ പ്രിയപ്പെട്ടവനിലൂടെ. തൻ്റെ പ്രിയപ്പെട്ടവൻ ആരാണ്? യേശുക്രിസ്തു. തൻ്റെ പ്രിയപ്പെട്ടവനിലൂടെ നമ്മിൽ ചൊരിഞ്ഞ തൻ്റെ കൃപയുടെ മഹത്വത്തിനും പുകഴ്ചയ്ക്കും വേണ്ടിയാണ്. തൻ്റെ പ്രിയപ്പെട്ട പുത്രൻ പിതാവായ ദൈവം തൻ്റെ പ്രിയപുത്രനിലൂടെയാണ് നമ്മെ തെരഞ്ഞെടുത്തത്. അതുകൊണ്ട് പ്രിയപുത്രനാൽ തെരഞ്ഞെടുക്കപ്പെട്ട നമ്മൾ ഓരോരുത്തരും പിതാവിന് പ്രിയപ്പെട്ടവരാണ്, ബിലവഡ് സൺ ആണ്. ഹല്ലേലൂയ. മോദമെഴും തിരുമാർവിലുല്ലാസമായി സന്തതം ചേർന്നിരുന്ന ഏകജാതനമേശുവെ പാതകർക്കായി തന്ന സ്നേഹമതിശയമേ. ഏകജാതനമേശുവെ പാതകർക്കായി തന്ന സ്നേഹമതിശയമേ. എന്തതിശയമേ ദൈവത്തിൻ സ്നേഹം, എത്ര മനോഹരമേ. സജീവ് ബ്രദർ എഫേസ്യർ 1:6 വായിക്കും. കർത്താവിന് സ്തോത്രം. എഫേസ്യറോ?
എഫേസ്യർ അതിൽ കൊടുത്തിട്ടില്ല അല്ലേ? ഓക്കെ, സോറി. ഇല്ല, 1 പത്രോസ് കൊടുക്കണേ. ഒന്ന് വായിച്ചോ. 1 പത്രോസ് 1:18-19. വ്യർത്ഥവും മൃദുപാരമ്പര്യമായുള്ള നിങ്ങളുടെ നടപ്പിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുത്തിരിക്കുന്നത് പൊന്ന്, വെള്ളി മുതലായ അഴിഞ്ഞു പോകുന്ന വസ്തുക്കൾ കൊണ്ടല്ല, ക്രിസ്തു എന്ന നിർദോഷവും നിഷ്കളങ്കവുമായ കുഞ്ഞാടിന്റെ വിലയേറിയ രക്തം കൊണ്ടത്രേ എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. നാം കൊളോസ്യർക്ക് എഴുതിയ ലേഖനമാണ് ധ്യാനിക്കുന്നത്, 1-ാം അധ്യായം. സത്യവേദ പുസ്തകത്തിൽ നിന്ന് നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വയ്ക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്നും അപേക്ഷിക്കുന്നു. നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിലാക്കി വയ്ക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം എന്നും അപേക്ഷിക്കുന്നു. പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യണം. അതിനെക്കുറിച്ച് നാം നേരത്തെ ധ്യാനിച്ചിട്ടുണ്ട്. ഇനി 14-ാം വാക്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അവനിൽ നമുക്ക് പാപമോചനമെന്ന വീണ്ടെടുപ്പ് ഉണ്ട്. 14-ാം വാക്യം ഒരു ചെറിയ വാക്യമാണ്, പക്ഷേ വിശുദ്ധ ബൈബിളിൻ്റെ അടിസ്ഥാനമാണ് ഈ വാക്യം. യേശുക്രിസ്തു മുഖാന്തരമുള്ള വീണ്ടെടുപ്പ്. അവനിൽ നമുക്ക് പാപമോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. അവനിലാണല്ലോ നമുക്ക് രക്ഷയും പാപമോചനവും ലഭിച്ചിരിക്കുന്നത്. ഇംഗ്ലീഷിൽ ഇൻ ഹും വി ഹാവ് റിഡംഷൻ, ദ ഫോർഗിവ്നെസ് ഓഫ് സിൻസ്. അവനിൽ നമുക്ക് പാപമോചനമെന്ന വീണ്ടെടുപ്പുണ്ട്. ഇൻ ഹും വി ഹാവ് റിഡംഷൻ, റിഡംഷൻ വീണ്ടെടുപ്പ്. ദ ഫോർഗിവ്നെസ് ഓഫ് സിൻസ്. എന്താണ് വീണ്ടെടുപ്പ്? റിഡംഷൻ, വിമോചനം. പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കൾ ഫറവോയുടെ കീഴിലായിരുന്നു. ഇസ്രായേൽ ജനത്തിന് സ്വാതന്ത്ര്യമില്ല. ഫറവോയാണ് അവരെ ഭരിച്ചിരുന്നത്. ക്രൂരനായ ഭരണാധികാരി അവരെ പീഡിപ്പിച്ചു. എന്നാൽ ദൈവം പറഞ്ഞു, ഞാൻ ഫറവോയുടെ കയ്യിൽ നിന്ന് നിങ്ങളെ വീണ്ടെടുക്കും. അങ്ങനെ വലിയ അത്ഭുത പ്രവൃത്തികൾ നടത്തി ഫറവോയെ തോൽപ്പിച്ച് മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനം പുറത്തു കടന്നു. ദൈവം അവരെ വീണ്ടെടുത്തു. വീണ്ടെടുപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക അടിമത്തത്തിൽ കഴിയുന്നവരെ പുറത്തു കൊണ്ടുവരിക. ഇന്നത്തെ കാലത്താണെങ്കിൽ കൊള്ളക്കാർ ഒരുവനെ തട്ടിക്കൊണ്ടുപോയി വീട്ടുകാരോട് പറയുകയാണ്, 10 കോടി രൂപ തരികയാണെങ്കിൽ വിട്ടയക്കാം. വീട്ടുകാർ കഷ്ടപ്പെട്ട് 10 കോടി രൂപ കൊടുക്കുന്നു. ആ 10 കോടി രൂപയ്ക്ക് പറയുന്നതാണ് വീണ്ടെടുപ്പ് വില, റാൻസം. 10 കോടി കൊടുത്തപ്പോൾ പുറത്തു വിട്ടു. കർത്താവായ യേശുക്രിസ്തു നമ്മെ വീണ്ടെടുത്തു. അതേത് രീതിയിലാണ്? അക്കാര്യമാണ് നാം ഇനി ധ്യാനിക്കുന്നത്. പുറപ്പാട് 6-ാം അധ്യായം 5 തൊട്ട് വായിക്കുന്നു. മോശയും പുറപ്പാട് 6:6. ആകയാൽ ഇസ്രായേൽ മക്കളോട് പറയുക, ഞാൻ കർത്താവാണ്. ഈജിപ്തുകാർ ചുമത്തിയ ഭാരം നീക്കി നിങ്ങളെ ഞാൻ മോചിപ്പിക്കും. നിങ്ങളുടെ അടിമത്തത്തിൽ നിന്ന് നിങ്ങളെ സ്വതന്ത്രരാക്കും. കൈ ഉയർത്തി അവരെ കഠിനമായി ശിക്ഷിച്ച് നിങ്ങളെ വീണ്ടെടുക്കും. പഴയ നിയമത്തിലുള്ള കാര്യമാണ്. പുതിയ നിയമത്തിൽ ക്രിസ്തു എന്താണ് പറഞ്ഞത്? പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരാണ്. പാപം ചെയ്യുന്നവൻ പാപത്തിൻ്റെ അടിമയാണ്. പാപമുഖാന്തരം പിശാചിൻ്റെ പിടിയിലും മരണത്തിൻ്റെ പിടിയിലും കിടക്കുന്ന മനുഷ്യൻ, അവരെ രക്ഷിക്കുവാൻ പണത്തിനോ പ്രതാപത്തിനോ സ്ഥാനമാനങ്ങൾക്കോ അനുഷ്ഠാനങ്ങൾക്കോ ആചാരങ്ങൾക്കോ തീർത്ഥാടനങ്ങൾക്കോ കൂദാശകൾക്കോ പുരോഹിതന്മാർ ചെയ്യുന്ന കർമാദികൾക്കോ സാധ്യമല്ല. സാധ്യമായിരുന്നുവെങ്കിൽ യേശു ക്രൂശിൽ മരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. പാപത്തിൻ്റെയും പിശാചിൻ്റെയും പിടിയിൽ കിടക്കുന്ന ഒരു മനുഷ്യനെ വീണ്ടെടുക്കുവാൻ ഒരുവന് മാത്രമേ സാധിക്കൂ. അതുകൊണ്ടാണ് യേശുവിനെ കുറിച്ച് ബൈബിൾ പറയുന്നത്, മറ്റാരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴെ
മനുഷ്യർക്കിടയിൽ നൽകപ്പെട്ട മറ്റൊരു നാമവുമില്ല. ഇസ്രായേൽ മക്കളോട് ദൈവം നേരത്തെ വാഗ്ദാനം കൊടുത്തിരുന്നു. ആകയാൽ ഇസ്രായേൽ മക്കളോട് പറയുക, ഞാൻ കർത്താവാണ്. ഈജിപ്തുകാർ ചുമത്തിയ ഭാരം നീക്കി നിങ്ങളെ ഞാൻ മോചിപ്പിക്കും. നിങ്ങളുടെ അടിമത്തത്തിൽ നിന്ന് നിങ്ങളെ സ്വതന്ത്രരാക്കും. കൈ ഉയർത്തി അവരെ കഠിനമായി ശിക്ഷിച്ച് നിങ്ങളെ വീണ്ടെടുക്കും. പറഞ്ഞതുപോലെ തന്നെ വീണ്ടെടുത്തു. നാം ധ്യാനിക്കുന്നത് കൊളോസ്യർ 1:14 13 വാക്യത്തിൽ, തൊട്ട് മുകളിലുള്ള വാക്യത്തിൽ അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിൽ നിന്ന് പുത്രൻ്റെ രാജ്യത്തിലേക്ക് നിങ്ങളെ നയിച്ചു എന്നാണ്. ആ വാക്യത്തിൻ്റെ തുടർച്ചയാണ് 14 വാക്യം. പണ്ട് അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിലായിരുന്നപ്പോൾ ഒരു സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. ദൈവഹിതം ചെയ്യാൻ പറ്റില്ല. കാരണം യജമാനൻ വേറെയാണ്. അന്ധകാരത്തിൻ്റെ അധിപതി പറഞ്ഞ കാര്യമേ ചെയ്യാൻ സ്വാതന്ത്ര്യമുള്ളൂ. ദൈവഹിതം ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യമില്ല. ഫറവോയുടെ കീഴിലായിരുന്നപ്പോൾ ഇസ്രായേൽ മക്കൾക്ക് യഹോവയുടെ ന്യായപ്രമാണം സ്വതന്ത്രമായി അനുസരിക്കാൻ പറ്റുമായിരുന്നില്ല. ഫറവോ പറയുന്നതാണ് അവിടെ അനുസരിക്കേണ്ടത്. ഈ അന്യദൈവങ്ങളെ കൊണ്ട് നിറഞ്ഞ ഈജിപ്തിൽ, ഫറവോയുടെ നാട്ടിൽ എങ്ങനെ സത്യദൈവത്തെ ആരാധിക്കും? ഫറവോയുടെ പിടിയിൽ നിന്ന് വീണ്ടെടുത്ത് ഈജിപ്തിൽ നിന്ന് പുറത്ത് കടക്കണം. ഈജിപ്തിൽ, ഫറവോയുടെ നാട്ടിൽ തികഞ്ഞ അന്ധകാരമാണ്. അവിടെ ജീവിക്കുന്നിടത്തോളം കാലം യാതൊരു സ്വാതന്ത്ര്യവും ഇല്ല. ഇതുപോലെ യേശു ക്രിസ്തു അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിൽ കിടക്കുന്ന മനുഷ്യരെ വീണ്ടെടുക്കുവാൻ വന്നു. ഇസ്രായേൽ മക്കളെ അങ്ങനെ ദൈവം വീണ്ടെടുത്തു. അടിമത്തത്തിൽ നിന്ന് വീണ്ടെടുത്തപ്പോൾ അവർക്ക് എന്തൊരു സന്തോഷമാണ്. ചെങ്കടൽ കടന്നു. തുടർന്ന് തപ്പെടുത്ത് അവർ ദൈവത്തിന് സ്തുതി പാടുകയാണ്. നമ്മൾ എന്തുകൊണ്ടാണ് സ്തോത്രഗീതം പാടുന്നത്? അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിൽ നിന്ന് യേശു ക്രിസ്തു നമ്മളെ വീണ്ടെടുത്തു. അങ്ങനെ വീണ്ടെടുക്കപ്പെട്ടവർ ഇപ്പോൾ അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിന് കീഴിലല്ല, പിന്നെയോ പുത്രൻ്റെ രാജ്യത്തിലാണ്. പുത്രൻ്റെ രാജ്യത്തിൽ എന്താണുള്ളത്? രാജാവുള്ളിടത്ത് രാജകോലാഹലമുണ്ട്. അതുകൊണ്ട് ഇസ്രായേൽ ജനത ഫറവോയുടെ പിടിയിൽ നിന്ന് വിമോചിതരായി വീണ്ടെടുക്കപ്പെട്ടു. ഉടനെ തന്നെ അവർ എന്താണ് ചെയ്യുന്നത്? പുറപ്പാട് 15:1 തൊട്ട് മോശയും ഇസ്രായേൽക്കാരും കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ഈ ഗാനം ആലപിച്ചു. കർത്താവിനെ ഞാൻ പാടി സ്തുതിക്കും, എന്തെന്നാൽ അവിടുന്ന് മഹത്വപൂർണമായ വിജയം നേടിയിരിക്കുന്നു. കുതിരയെയും കുതിരക്കാരനെയും അവിടുന്ന് കടലിൽ എറിഞ്ഞു. കർത്താവ് എനിക്ക് ശക്തിയും സംരക്ഷകനുമാകുന്നു. അവിടുന്ന് എനിക്ക് രക്ഷയായി ഭവിച്ചിരിക്കുന്നു. അവിടുന്നാണ് എൻ്റെ ദൈവം, ഞാൻ അവിടുത്തെ സ്തുതിക്കും. അവിടുന്നാണ് എൻ്റെ പിതാവ്, അവിടുന്നാണ് എൻ്റെ പിതാവിൻ്റെ ദൈവം, ഞാൻ അവിടുത്തെ കീർത്തിക്കും. അതേ അധ്യായം 13 വാക്യത്തിൽ, അങ്ങ് വീണ്ടെടുത്ത ജനത്തെ കാരുണ്യത്തോടെ അങ്ങ് നയിച്ചു. അങ്ങയുടെ വിശുദ്ധ വസതിയിലേക്ക് ശക്തിയാൽ അവിടുന്ന് അവരെ നയിച്ചു. അങ്ങ് വീണ്ടെടുത്ത ജനത്തെ കാരുണ്യത്തോടെ അങ്ങ് നയിച്ചു. അങ്ങ് വീണ്ടെടുത്ത ജനത്തെ കാരുണ്യത്തോടെ നയിച്ചു. നമ്മൾ വീണ്ടെടുക്കപ്പെട്ടവരാണ്. പത്രോസിന്റെ ലേഖനത്തിൽ എങ്ങനെയാണ് നമ്മൾ വീണ്ടെടുക്കപ്പെട്ടത്? നമുക്ക് വീണ്ടെടുപ്പ് വില നൽകിയതാരാണ്? എന്തായിരുന്നു ആ റാൻസം? 1 പത്രോസ് 1:18 തൊട്ട്, പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റേത് പോലുള്ള ക്രിസ്തുവിൻ്റെ അമൂല്യ രക്തം കൊണ്ടത്രേ. ക്രിസ്തുവിൻ്റെ പ്രഷ്യസ് ബ്ലഡ്. കൊള്ളക്കാരൻ ഒരുവനെ തട്ടിക്കൊണ്ടുപോയി. ഇത്ര ലക്ഷം രൂപ തരണം. ഒരുപക്ഷെ ആ കൊള്ളക്കാരൻ ആവശ്യപ്പെട്ട രൂപ കൊടുത്താൽ തടവിൽപ്പെട്ടിരിക്കുന്ന വ്യക്തിക്ക് മോചനം കിട്ടിയേക്കാം. പണം കൊടുത്താൽ ഒരുപക്ഷെ വിമോചനം കിട്ടിയേക്കാം. പക്ഷേ പാപത്തിൻ്റെ പിടിയിൽ പെട്ടുകിടക്കുന്ന
ഒരുവനെ വിമോചിപ്പിക്കുവാൻ പണം കൊടുത്താൽ സാധ്യമാണോ? ഏതെങ്കിലും അനുഷ്ഠാനങ്ങൾ അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിൽ നിന്ന് ഒരുവനെ വിടുവിക്കുമോ? പിശാചിൻ്റെ പിടിയിൽപ്പെട്ടുപോയ ഒരുവനെ ആ പിടിയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ഏതെങ്കിലും ആചാരങ്ങൾക്ക് കഴിയുമോ? ഒന്നും കഴിയുകയില്ല. ലോകത്തിൻ്റെ പാപങ്ങളെ ചുമക്കുന്ന ദൈവത്തിൻ്റെ ദിവ്യചെമ്മരിയാടായ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിന് മാത്രമേ അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിൽ കഴിയുന്ന ഒരു വ്യക്തിയെ പുറത്തു കൊണ്ടുവരുവാൻ സാധിക്കൂ. പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ ജീവിത രീതിയിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത്, ജീവിത രീതി എന്ന് പറഞ്ഞാൽ പാരമ്പര്യം. ഈ വാക്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പത്രോസിൻ്റെ ലേഖനം പഠിച്ചപ്പോൾ വിശദീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതലായിട്ട് ആ ഭാഗം വിശദീകരിക്കുന്നില്ല. പിതാക്കന്മാരിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ച വ്യർത്ഥമായ പാരമ്പര്യത്തിൽ നിന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ടത് നശ്വരമായ വെള്ളിയോ സ്വർണമോ കൊണ്ടല്ല എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. കറയോ കളങ്കമോ ഇല്ലാത്ത കുഞ്ഞാടിൻ്റേതുപോലുള്ള ക്രിസ്തുവിൻ്റെ അമൂല്യ രക്തം കൊണ്ടത്രേ. പ്രഷ്യസ് ബ്ലഡ്. സ്വർണത്തെക്കാളും വെള്ളിയേക്കാളും രത്നത്തെക്കാളും ഈ ഭൂമിയിൽ മനുഷ്യർ വില കൽപ്പിക്കുന്ന ഏതൊരു വസ്തുവിനേക്കാളും ഏറ്റവും വിലയുള്ളതാണ് കുഞ്ഞാടിൻ്റെ പ്രഷ്യസ് ബ്ലഡ്. ഈ പ്രഷ്യസ് ബ്ലഡിനാലല്ലാതെ അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിൽ കിടക്കുന്ന ഒരുവനെ ആ പിടിയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ സാധ്യമല്ല. അതുകൊണ്ട് കൊളോസ്യർ 1:14 അവനിലാണല്ലോ നമുക്ക് രക്ഷയും പാപമോചനവും ലഭിച്ചിരിക്കുന്നത്. ഇൻ ഹും വി ഹാവ് റിഡംഷൻ, ദ ഫോർഗിവ്നെസ് ഓഫ് സിൻസ്. ഇപ്രകാരം പാപക്ഷമയും വീണ്ടെടുപ്പും പ്രാപിച്ച നമ്മൾ അല്പസമയം, ഒരു 5 മിനിറ്റ് സമയം കർത്താവിനെ സ്തുതിച്ചതിന് ശേഷം വീണ്ടും വചനധ്യാനത്തിലേക്ക് നമുക്ക് വരാം. എല്ലാവർക്കും കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കാം. സ്നേഹവാനായ കർത്താവെ, നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നു. അവിടുന്ന് ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കായിട്ട് സ്തോത്രം. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവിടുത്തെ എല്ലാ നല്ല ദാനങ്ങൾക്കായിട്ട് ആഹാരദൂതം ഞങ്ങളെ കടന്നുപോയി. സങ്കടങ്ങളെല്ലാം തീർത്തു. അവിടുത്തെ വിലയേറിയ രക്തത്താൽ ഞങ്ങൾ വീണ്ടെടുക്കപ്പെട്ടു. അങ്ങയുടെ രക്തം ഒഴുക്കി കർത്താവേ മോചനദ്രവ്യം കൊടുത്തു. പിടിപ്പിച്ചത് ഓർത്തങ്ങി സ്തുതിക്കുന്നു കർത്താവേ. നന്ദി ദൈവമേ. ഒരു മനുഷ്യർക്കും ദയ തോന്നാതിരുന്നപ്പോൾ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു കർത്താവേ. വീണ്ടെടുക്കപ്പെട്ട സമർപ്പിക്കുന്നു. അങ്ങാണ് ഞങ്ങളെ വീണ്ടെടുത്തത്. നന്ദി ദൈവമേ. താങ്ക് യു ജീസസ്. ഞങ്ങളെ തന്നെയല്ല കർത്താവേ, ഞങ്ങളിലൂടെ വീണ്ടെടുക്കാൻ ഓർത്തവയെ സ്തുതിക്കുന്നു. ഞങ്ങളെ നടത്തുന്നത് ഓർത്തവയെ സർവാന്തരംഗവുമേ ജന്മനുമേ യഹോവയെ വാഴ്ത്തുക. അവിടുന്ന് ചെയ്ത ഉപകാരം ഒന്നും മറക്കരുതേ. ഞങ്ങളെ ഓർക്കുവാനായിട്ട്, ഞങ്ങളെ കുറിച്ച് വിചാരപ്പെടുവാൻ ഞങ്ങൾ എന്തും നടന്ന് ഞങ്ങളെ സ്നേഹിച്ച മഹാസ്നേഹമേ ഞങ്ങളെ ഞങ്ങളുടെ സ്ഥാനാന്തങ്ങളുടെ നടന്നവരെ, നെകളികളായിട്ട് നടന്നവരെ, സ്വാർത്ഥതയോടുകൂടി നടന്നവരെ ഞങ്ങളെ പിടിപ്പിച്ചതിനായിട്ട് ഞങ്ങളെ മാത്രം സ്നേഹിച്ചു നടന്ന് ഞങ്ങളെ മറ്റുള്ളവരെ സ്നേഹിപ്പാനും സഹായിച്ചതിനായി താങ്ക് യു ജീസസ്. മുഖപക്ഷം മാറ്റി തന്നതിനായി സ്തോത്രം കർത്താവേ.
സ്തുതിക്കുന്നു. ഞങ്ങളെ അങ്ങ് അവിടുത്തെ എല്ലാവരെയും സ്നേഹിക്കുന്നു. എല്ലാവരെയും എല്ലാവരെയും സ്നേഹിക്കാൻ ഞങ്ങളെ സഹായിച്ചു. പുത്രന്റെ ഒരു രാജ്യത്തിൽ പുതിയ സൃഷ്ടിയാക്കിയതിനായി സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. നന്ദി ദൈവമേ, നന്ദി ദൈവമേ. അന്ധകാരത്തിന്റെ ആധിപത്യം ഹല്ലേലൂയ, പുത്രന്റെ ഹല്ലേലൂയ, രാജ്യത്തിലേക്ക് ഹല്ലേലൂയ. നന്ദി കർത്താവേ, ഞങ്ങളുടെ സഹായകനെ, ഞങ്ങൾക്ക് ആശ്വാസകനായിട്ട്. സ്തോത്രം. അല്ലെങ്കിൽ ഞങ്ങൾക്ക് എപ്പോഴും ആശ്രയിക്കാവുന്നതായതിനാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഏത് സമയവും അങ്ങയുടെ സന്നിധിയിലേക്ക് ഓടി വരുവാൻ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നതിനാൽ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. അങ്ങയുടെ പ്രിയ മക്കളാക്കി തീർത്തത് ഓർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. സ്തോത്രം. അങ്ങയുടെ പ്രിയ മകനെ ഞങ്ങൾക്ക് റാൻസം തന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളെ കർത്താവേ, അനുസരണക്കേടിന്റെ മക്കൾ എന്നുള്ള പേര് പ്രിയ മക്കളായി തീർത്തതായിട്ട് എൻ സങ്കടങ്ങൾ സകലവും തീർന്നു. സംഹാരദൂതൻ എന്നെ കടന്നുപോയി, സംഹാരദൂതൻ കടന്നുപോയി. കുഞ്ഞാടിന്റെ വിലയേറിയ കുഞ്ഞാടിന്റെ വിലയേറിയ നീളത്തിൽ മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ സങ്കടങ്ങൾ സകലവും ഞാനിനി അടിമയല്ല, എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി. സംഹാരദൂതൻ കടന്നുപോയി, സംഹാരദൂതൻ കടന്നുപോയി. മരുവിലൻ ദൈവമെനിക്കധിപതിയേ, മരുവിലൻ ദൈവമെനിക്കധിപതിയേ, അവൻ പുതുമന്നതുമതിയേ, അവൻ പുതുമന്നതുമതിയേ. സങ്കടങ്ങൾ സകലവും തീർന്നു. സംഹാരദൂതൻ കടന്നുപോയി, സംഹാരദൂതൻ കടന്നുപോയി. ആനന്ദമേ പരമാനന്ദമേ, ആനന്ദമേ പരമാനന്ദമേ, കനാൻ ജീവിതമേ, കനാൻ ജീവിതം ആനന്ദമേ. സങ്കടങ്ങൾ സകലവും തീർന്നു പോയി. സംഹാരദൂതൻ കടന്നുപോയി, സംഹാരദൂതൻ കടന്നുപോയി. മനോഹരമായ കനാൻ ദേശമേ, മനോഹരമായ കനാൻ ദേശമേ, അതേ എനിക്കറിയാത്തൊരവകാശമേ, അതേ എനിക്കറിയാത്തൊരവകാശമേ. സകലവും തീർന്നു പോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. എന്റെ ബലവും എന്റെ സംഗീതവും, എന്റെ ബലവും എന്റെ സംഗീതവും, എന്റെ രക്ഷയും യേശുവത്രേ. ഹല്ലേലൂയ. എന്റെ രക്ഷയും യേശുവത്രേ. ഹല്ലേലൂയ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നു പോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി, സംഹാരദൂതൻ എന്നെ കടന്നുപോയി. പറവോനു ഞാനിനി അടിമയല്ല, പറവോനു അടിമയല്ല, പരമസിയോനിൽ ഞാൻ അന്യനല്ല, പരമസിയോനിൽ ഞാൻ അന്യനല്ല. മരുവിലൻ ദൈവമെനിക്കധിപതിയേ, മരുവിലൻ ദൈവമെനിക്കധിപതിയേ,
തരും അവൻ പുതുമന്ന അത് അതു മതി. മതിയേ തരും തരും അവൻ പുതുമന്ന. അത് ദൈവത്തിന് മതി. മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും നമുക്ക് തിരുവചന ധ്യാനത്തിലേക്ക് തന്നെ വരാം. കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 14-ാം വാക്യം. അവനിലാണല്ലോ നമുക്ക് രക്ഷയും, രക്ഷ എന്ന് പറഞ്ഞാൽ റിഡംഷൻ, വീണ്ടെടുപ്പും പാപമോചനവും ലഭിച്ചിരിക്കുന്നത്. ഇൻ ഹും വി ഹാവ് റിഡംഷൻ, ദ ഫോർഗിവ്നെസ് ഓഫ് സിൻസ്. കർത്താവായ യേശു ക്രിസ്തുവിനാൽ ഈ വീണ്ടെടുപ്പ് പ്രാപിച്ച വിശ്വാസികൾ, അവർക്കാണ് ലേഖനം. നമ്മളും ക്രിസ്തുവിനാൽ വീണ്ടെടുപ്പ് പ്രാപിച്ചവരാണ്. എന്നാൽ ക്രിസ്തു നമ്മെ വീണ്ടെടുക്കുന്നതിന് മുമ്പ് നമ്മുടെ അവസ്ഥ എന്തായിരുന്നു? നാം എവിടെയായിരുന്നു? അപ്പസ്തോല പ്രവർത്തനങ്ങൾ 26:18. അത് അവരുടെ കണ്ണുകൾ തുറപ്പിക്കാനും അതുവഴി അവർ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും സാത്താൻ്റെ ശക്തിയിൽ നിന്ന് ദൈവത്തിലേക്കും തിരിയാനും പാപമോചനം സ്വീകരിക്കാനും എന്നിലുള്ള വിശ്വാസം വഴി വിശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവർക്ക് സ്ഥാനം ലഭിക്കാനും വേണ്ടിയാണ്. അപ്പസ്തോലനായ പൗലോസിനെ വിജാതികളുടെ അപ്പസ്തോലനായി കർത്താവാണ് നിയമിച്ചത്. ക്രിസ്തുവിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു മനുഷ്യൻ്റെ അവസ്ഥയാണ് ഇവിടെ പറയുന്നത്. അവരുടെ കണ്ണുകൾ തുറപ്പിക്കാനും. കാരണം ഈ ലോകത്തിൻ്റെ ദേവൻ അവിശ്വാസികളുടെ ഹൃദയത്തെ കുരുടാക്കിയിരിക്കുകയാണ്, അന്ധമാക്കിയിരിക്കുകയാണ്. അവരുടെ കണ്ണുകൾ തുറപ്പിക്കാനും സുവിശേഷത്തിനാണ് അത് സാധിക്കുന്നത്. അതുവഴി അവർ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും. ക്രിസ്തുവിനാൽ സ്വാതന്ത്ര്യം പ്രാപിക്കാത്ത ഏവരും, അവർക്ക് എത്ര പണവും വിദ്യാഭ്യാസവും ബുദ്ധിശക്തിയും ഒക്കെ ഉണ്ടെങ്കിലും അന്ധകാരത്തിലാണ് കിടക്കുന്നത്. പക്ഷെ അവരങ്ങനെ കിടന്നാൽ പോരാ, അവരെ രക്ഷിക്കുവാനാണ് ലോകത്തിൻ്റെ പ്രകാശമായി ക്രിസ്തു വന്നത്. നമ്മളും ജാതികളായിരുന്നു, യഹൂദന്മാർ അല്ലാത്തവരൊക്കെ നമ്മളും വിജാതികളിൽ പെട്ടവർ തന്നെയായിരുന്നു. നമ്മളെ വീണ്ടെടുക്കുവാനാണ് ക്രിസ്തു വന്നത്. അത് അവരുടെ കണ്ണുകൾ തുറപ്പിക്കാനും അതുവഴി അവർ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും സാത്താൻ്റെ ശക്തിയിൽ നിന്ന് ദൈവത്തിലേക്കും തിരിയാനും. അപ്പോൾ ക്രിസ്തുവിനാൽ വീണ്ടെടുപ്പ് പ്രാപിക്കാത്ത ഏവരും സാത്താൻ്റെ ശക്തിയുടെ കീഴിലാണ്, സംശയിക്കേണ്ട കാര്യമില്ല. സാത്താൻ്റെ ശക്തിയിൽ നിന്ന് ദൈവത്തിലേക്കും തിരിയാനും പാപമോചനം സ്വീകരിക്കാനും എന്നിലുള്ള വിശ്വാസം വഴി, ക്രിസ്തുവിലുള്ള വിശ്വാസം വഴി വിശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവർക്ക് സ്ഥാനം ലഭിക്കാനും വേണ്ടിയാണ്. അങ്ങനെ വിശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ സ്ഥാനം ലഭിച്ച വിശുദ്ധർക്കാണ് ഈ കൊളോസ്യ ലേഖനം എഴുതിയിരിക്കുന്നത്. നമ്മളും അങ്ങനെ തന്നെയാണ്. ഒരിക്കൽ അന്ധകാര ശക്തികളാൽ കണ്ണ് അന്ധമാക്കപ്പെട്ട് വ്യർത്ഥമായ പാരമ്പര്യവും പേറി നടന്നവരാണ്. അവിടെ നിന്ന് കർത്താവ് നമ്മളെ വീണ്ടെടുത്തു. ഇനി എങ്ങനെയാണ് സാത്താൻ ഒരു മനുഷ്യനെ തട്ടിക്കൊണ്ടുപോയി തടവിൽ പാർപ്പിക്കുന്നത്? തടവിൽ കിടക്കുന്ന ഒരു വ്യക്തിയെ വിമോചിപ്പിക്കുന്നതിനെയാണല്ലോ വീണ്ടെടുപ്പ് എന്ന് പറയുന്നത്. എങ്ങനെയാണ് മനുഷ്യൻ സാത്താനാൽ തടവിലാക്കപ്പെടുന്നത്? റോമാലേഖനം 5:12. ഒരു മനുഷ്യൻ മൂലം പാപവും പാപം മൂലം മരണവും ലോകത്തിൽ പ്രവേശിച്ചു. അപ്രകാരം എല്ലാവരും പാപം ചെയ്തുകൊണ്ട് മരണം എല്ലാവരിലും വ്യാപിച്ചു. ഒരു മനുഷ്യൻ മൂലം പാപം. ആദം പാപം ചെയ്തു. അങ്ങനെയാണ് മനുഷ്യവർഗത്തിൻ്റെ മേൽ പിശാചിന് അധികാരം ലഭിക്കുന്നത്. ഒരു മനുഷ്യൻ മൂലം പാപവും പാപം മൂലം മരണവും ലോകത്തിൽ പ്രവേശിച്ചു. പാപത്തിൻ്റെ ശമ്പളമാണ് മരണം. അപ്രകാരം എല്ലാവരും പാപം ചെയ്തുകൊണ്ട് മരണം, അപ്രകാരം എല്ലാവരും പാപം ചെയ്തതുകൊണ്ട് മരണം എല്ലാവരിലും വ്യാപിച്ചു. ഇങ്ങനെ പാപമുഖാന്തരമാണ് മനുഷ്യൻ പിശാചിൻ്റെ പിടിയിലായത്. പാപത്തിൻ്റെ ശമ്പളമാണ് മരണം. ഈ അടിമത്തത്തിൽ കിടന്നവരെ ആരാണ് രക്ഷിച്ചത്? ക്രിസ്തുവാണ്. അക്കാര്യം താഴെ പറയുന്നു. സജീവ് ബ്രദർ വായിക്കാം. റോമാലേഖനം 5:17-19 വരെ. ഏകന്റെ ലംഘനത്താൽ മരണം
ആ ഏകൻ നിമിത്തം വാണു എങ്കിൽ കൃപയുടെയും നീതിദാനത്തിന്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. അങ്ങനെ ഏകലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവധി വന്നതുപോലെ ഏക നീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു. റോമാലേഖനം 5-17 തൊട്ട്. ഒരു മനുഷ്യന്റെ പാപത്താൽ, ആദത്തെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, ഒരു മനുഷ്യന്റെ പാപത്താൽ ആ മനുഷ്യൻ മൂലം, ആദം മൂലം മരണം ആധിപത്യം നടത്തിയെങ്കിൽ കൃപയുടെയും നീതിയുടെയും ദാനത്തിൻ്റെ സമൃദ്ധി സ്വീകരിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഒരു മനുഷ്യൻ മൂലം എത്രയോ അധികമായി ജീവനിൽ വാഴും. ആദാം പാപം ചെയ്തു, മനുഷ്യൻ മരണത്തിന് അധീനനായി. എന്നാൽ ക്രിസ്തു മുഖാന്തരം എത്രയോ അധികമായി ജീവനിൽ വാഴും. മരണത്തിൽ നിന്ന് മനുഷ്യനെ നിത്യജീവനിലേക്ക് കൊണ്ടുപോകുന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു. അങ്ങനെ ഒരു മനുഷ്യൻ്റെ പാപം, ആദാമിൻ്റെ പാപം, എല്ലാവർക്കും ശിക്ഷാവിധിക്ക് കാരണമായതുപോലെ ഒരു മനുഷ്യൻ്റെ നീതിപൂർവകമായ പ്രവൃത്തി, യേശു ക്രിസ്തുവിൻ്റെ അനുസരണം, ക്രൂശിലെ മരണത്തോളം തന്നെ താഴ്ത്തി, ഒരു മനുഷ്യൻ്റെ നീതിപൂർവകമായ പ്രവൃത്തി എല്ലാവർക്കും ജീവദായകമായ നീതീകരണത്തിന് കാരണമായി. ഒരു മനുഷ്യൻ്റെ അതായത് ആദാമിൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഒരു മനുഷ്യൻ്റെ അനുസരണത്താൽ അനേകർ നീതിയുള്ളവരാകും. നമ്മളൊക്കെ എത്രയോ ലംഘനങ്ങൾ ചെയ്തവരാണ്. ദൈവത്തിൻ്റെ കൽപ്പനകൾ എത്രയോ തവണ ലംഘിച്ചവരാണ്. പക്ഷേ നാം ഇന്ന് വീണ്ടെടുപ്പ് പ്രാപിച്ചിരിക്കുന്നു, നീതീകരണം പ്രാപിച്ചിരിക്കുന്നു, സ്വർഗരാജ്യത്തിൻ്റെ അവകാശികളായി തീർന്നിരിക്കുന്നു. അതെങ്ങനെയാണ്? ഒരു പ്രമാണം പോലും കൽപ്പന പോലും തെറ്റിക്കാതെ ജീവിച്ചതുകൊണ്ടാണോ? അല്ല. പിന്നെയോ, ഒരു മനുഷ്യൻ്റെ അതായത് യേശു ക്രിസ്തുവിൻ്റെ അനുസരണത്താൽ അനേകർ നീതിയുള്ളവരാകും. ക്രിസ്തുവിൻ്റെ അനുസരണം, സകലത്തിലും പിതാവിനെ അനുസരിച്ചു, വിശുദ്ധിയുടെ ഒരു പ്രമാണം പോലും തെറ്റിച്ചില്ല. ആ ക്രിസ്തുവിൻ്റെ അനുസരണം മൂലമാണ് നമ്മൾ ഇന്ന് നീതീകരണം പ്രാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ക്രിസ്തുവാണ് നമ്മുടെ നീതി. അവിടുത്തെ വിശുദ്ധ രക്തമാണ് നമ്മെ വീണ്ടെടുത്തിരിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഒരു മനുഷ്യൻ്റെ അനുസരണത്താൽ അനേകർ നീതിയുള്ളവരാകും. പഴയ നിയമത്തിൽ പൗലോസ് ഈ കൊളോസ്യ ലേഖനം എഴുതുന്ന ആ കാലഘട്ടത്തിലും 1-ാം നൂറ്റാണ്ടിലും അടിമത്ത സമ്പ്രദായമുണ്ട്. ഒരടിമ യജമാനനെ സേവിക്കണം. അടിമയെ പലപ്പോഴും വില കൊടുത്താണ് യജമാനൻ വാങ്ങുന്നത്. എന്നാൽ ആരെങ്കിലും കരുണ തോന്നി ആ യജമാനന് ഈ അടിമയുടെ വില കൊടുക്കുകയാണെങ്കിൽ അടിമയ്ക്ക് സ്വതന്ത്രനാകാം. ആരെങ്കിലും വന്ന് യജമാനൻ പറയുന്ന പണം ഈ അടിമയെ സ്വതന്ത്രമാക്കുവാൻ വേണ്ടി കൊടുക്കുകയാണെങ്കിൽ പണം യജമാനൻ സ്വീകരിക്കുന്നു, അടിമയ്ക്ക് സ്വതന്ത്രനായി പോകാം. നേരത്തെ പറഞ്ഞല്ലോ, കൊള്ളക്കാർ ഒരുവന് തട്ടിക്കൊണ്ടുപോയി അവരാവശ്യപ്പെട്ട പണം കൊടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ആ ഇര സ്വാതന്ത്ര്യത്തിലേക്ക് വരും. പക്ഷേ പണം കൊണ്ട് അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിൽ കിടക്കുന്ന ഒരു വ്യക്തിയെ വീണ്ടെടുക്കുവാൻ സാധിക്കുകയില്ല. ഇന്ന് ലോകത്തിൽ മനുഷ്യൻ പണം കൊണ്ട് പല കാര്യങ്ങളും വാങ്ങിക്കൂട്ടുന്നുണ്ട്. ഭക്തികർമ്മങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നടത്തണമെങ്കിൽ ഇന്ന് ധാരാളം പണം വേണം. പുരോഹിതന്മാർ ധാരാളം ആചാരാനുഷ്ഠാനങ്ങൾ, ചടങ്ങുകൾ പല മതങ്ങളിലുമുണ്ട്, ചില ക്രിസ്തീയ സഭകളിലുമുണ്ട്. പുരോഹിതന്മാരാൽ നടത്തപ്പെടേണ്ട ഒരുപാട് ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ. പക്ഷേ ഇതൊന്നും തന്നെ എത്ര പണം കൊടുത്ത് എന്തെല്ലാം ആചാരങ്ങൾ നടത്തിയാലും അന്ധകാരത്തിൻ്റെ പിടിയിൽ, പിശാചിൻ്റെ പിടിയിൽ കിടക്കുന്ന ഒരാത്മാവിനെ അവിടെ നിന്ന് വീണ്ടെടുക്കുവാൻ, വിമോചിപ്പിക്കുവാൻ സാധിക്കുകയില്ല. സങ്കീർത്തനത്തിൽ അക്കാര്യം
സങ്കീർത്തനത്തിൽ 42-ാം സങ്കീർത്തനത്തിൽ 49-ാം സങ്കീർത്തനത്തിൽ നിന്ന് വായിക്കുന്നു. 49-ാം സങ്കീർത്തന 6 തൊട്ട് വായിക്കുന്നു. അവർ തങ്ങളുടെ ധനത്തിൽ ആശ്രയിക്കുകയും സമ്പത്തിൽ അഹങ്കരിക്കുകയും ചെയ്യുന്നു. തന്നെ തന്നെ വീണ്ടെടുക്കാനോ സ്വന്തം ജീവന്റെ വില ദൈവത്തിന് കൊടുക്കാനോ ആർക്കും കഴിയുകയില്ല. ജീവന്റെ വിടുതൽ വില വളരെ വലുതാണ്. എത്ര ആയാലും അത് തികയുകയുമില്ല. എന്നേക്കും ജീവിക്കാനോ പാതാളം കാണാതിരിക്കാനോ കഴിയുന്നതെങ്ങനെ? ഇവിടെ തുടക്കത്തിൽ പറഞ്ഞിരിക്കുന്നത് അവർ തങ്ങളുടെ ധനത്തിൽ ആശ്രയിക്കുകയും സമ്പത്തിൽ അഹങ്കരിക്കുകയും ചെയ്യുന്നു. പണമുണ്ടെങ്കിൽ എന്തുമാകാമല്ലോ. പക്ഷേ ആത്മാവിനെ രക്ഷിക്കുവാൻ സാധിക്കുകയില്ല. എന്നേക്കും ജീവിക്കുവാൻ പണം കൊണ്ടോ പണം മൂലം നടത്തപ്പെടുന്ന അനുഷ്ഠാനങ്ങൾക്കോ മറ്റു കാര്യങ്ങൾക്കോ ഒരിക്കലും ഒരു വ്യക്തിയെ പാതാളത്തിൽ നിന്ന് രക്ഷിക്കാനായി സാധിക്കുകയില്ല. അതിന് കഴിവുള്ള ഒരുവൻ മാത്രമാണ് ഉള്ളത്, അത് യേശു ക്രിസ്തുവാണ്. അവർ തങ്ങളുടെ ധനത്തിൽ ആശ്രയിക്കുകയും സമ്പത്തിൽ അഹങ്കരിക്കുകയും ചെയ്യുന്നു. തന്നെ തന്നെ വീണ്ടെടുക്കാനോ സ്വന്തം ജീവന്റെ വില ദൈവത്തിന് കൊടുക്കാനോ ആർക്കും കഴിയുകയില്ല. എത്ര വലിയ ധനികനായാലും അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിൽ നിന്ന് തൻ്റെ പണം ഉപയോഗിച്ച് അവന് പുറത്തു കടക്കാൻ പറ്റില്ല. തന്നെ തന്നെ വീണ്ടെടുക്കാനോ സ്വന്തം ജീവന്റെ വില, അവൻ മരിക്കാതെ എന്നേക്കും ജീവിക്കുവാൻ ദൈവത്തിന് കുറച്ച് പണം കൊടുത്ത് ആ പണത്തിൻ്റെ ശക്തിയാൽ നിത്യജീവൻ വാങ്ങാനൊന്നും ഇവനെ കൊണ്ട് പറ്റില്ല. പക്ഷേ ഇത് മനസ്സിലാക്കാത്ത വ്യക്തി പണത്തിൽ ആശ്രയിക്കുന്നു, അഹങ്കരിക്കുന്നു. അവർ തങ്ങളുടെ ധനത്തിൽ ആശ്രയിക്കുകയും സമ്പത്തിൽ അഹങ്കരിക്കുകയും ചെയ്യുന്നു. തന്നെ തന്നെ വീണ്ടെടുക്കാനോ സ്വന്തം ജീവന്റെ വില തന്നെ തന്നെ വീണ്ടെടുക്കാൻ. അന്ധകാരത്തിൻ്റെ ആധിപത്യത്തിൽ കഴിയുന്ന ഒരു വ്യക്തി പറയുകയാണ്, എനിക്ക് പണമുണ്ട്, ആരോഗ്യമുണ്ട്, സ്വാധീനമുണ്ട്, ഞാൻ പ്രധാനമന്ത്രിയാണ്, പ്രസിഡൻ്റാണ്, ഞാൻ ഇതിൽ നിന്ന് പുറത്തു കിടക്കും. നോ, സാധിക്കുകയില്ല. ക്രിസ്തുവിന് മാത്രം കഴിയുന്ന കാര്യമാണ് വീണ്ടെടുപ്പ്, റിഡംഷൻ. തന്നെ തന്നെ വീണ്ടെടുക്കാനോ സ്വന്തം ജീവന്റെ വില ദൈവത്തിന് കൊടുക്കാനോ ആർക്കും കഴിയുകയില്ല. ജീവന്റെ വിടുതൽ വില വളരെ വലുതാണ്. അത് എത്ര ആയാലും അത് തികയുകയില്ല. ഈ ലോകത്തിലെ സകല നിക്ഷേപങ്ങളും കൊടുത്താലും ഒരാത്മാവിനെ പാതാളത്തിൻ്റെ പിടിയിൽ നിന്ന് രക്ഷിക്കാൻ പറ്റില്ല. അതാണ് ക്രിസ്തു പറഞ്ഞത്, ഒരു മനുഷ്യൻ സകല ലോകവും നേടിയാലും അവൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്താണ് പ്രയോജനം? ലോകത്തിലെ സകല രാജ്യങ്ങളും സ്വന്തമാക്കിയാലും അത്രമാത്രം പണം സമ്പാദിച്ചാലും പ്രശസ്തി സമ്പാദിച്ചാലും ആ വ്യക്തിക്ക് സ്വന്തം ആത്മാവിനെ രക്ഷിക്കാനുള്ള കഴിവില്ല. അത് ക്രിസ്തുവിന് മാത്രം. ക്രിസ്തുവിനാകട്ടെ പണവും കൊടുക്കേണ്ട, തികച്ചും സൗജന്യമായാണ് തന്നിൽ ആശ്രയിക്കുന്നവരെ വീണ്ടെടുക്കുന്നത്. തന്നെ തന്നെ വീണ്ടെടുക്കാനോ സ്വന്തം ജീവന്റെ വില ദൈവത്തിന് കൊടുക്കാനോ ആർക്കും കഴിയുകയില്ല. ജീവന്റെ വിടുതൽ വില വളരെ വലുതാണ്. ജീവന്റെ വിടുതൽ വില നൽകിയ ഒരേ ഒരു വ്യക്തി യേശുവാണ്. എന്തായിരുന്നു ആ വില? പൊന്നിനേക്കാളും വെള്ളിയേക്കാളും വിലയുള്ള പ്രഷ്യസ് ബ്ലഡ്, കുഞ്ഞാടിൻ്റെ പരിശുദ്ധമായ രക്തം. അതിനു മാത്രമേ ഒരു വ്യക്തിയുടെ ആത്മാവിനെ വീണ്ടെടുക്കാൻ സാധിക്കൂ. ജീവന്റെ വിടുതൽ വില വളരെ വലുതാണ്. എത്ര ആയാലും അത് തികയുകയുമില്ല. എന്നേക്കും ജീവിക്കാനോ പാതാളം കാണാതിരിക്കാനോ കഴിയുന്നതെങ്ങനെ? മനുഷ്യൻ്റെ പണം കൊണ്ട്, ആ പണം കൊണ്ട് നടത്തുന്ന ആചാരങ്ങൾ കൊണ്ട് ഒരിക്കലും സാധിക്കില്ല. എന്നാൽ പണം കൂടാതെ, അനുഷ്ഠാനം കൂടാതെ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരുവനെ ക്രിസ്തു തൻ്റെ രക്തത്താൽ സൗജന്യമായി വീണ്ടെടുക്കുന്നു. ആ വീണ്ടെടുപ്പിനെ കുറിച്ചാണ് നാം ധ്യാനിക്കുന്നത്. ഹല്ലേലൂയ. ഈ 46-ാം സങ്കീർത്തനത്തിൽ തന്നെ പണം കൊണ്ട് ഒരുവന് നിത്യജീവൻ സ്വന്തമാക്കാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞതിന് ശേഷം ഈ സങ്കീർത്തനക്കാരൻ ഒരു കാര്യം പറയുന്നുണ്ട്. 49:15, എന്നാൽ ദൈവം എൻ്റെ പ്രാണനെ പാതാളത്തിൻ്റെ പിടിയിൽ നിന്ന് വീണ്ടെടുക്കും, അവിടുന്ന് എന്നെ സ്വീകരിക്കും. മുകളിൽ പറഞ്ഞിരിക്കുന്നത് തങ്ങളുടെ ധനത്തിൽ ആശ്രയിക്കുന്ന വ്യക്തികൾ, അവർക്ക് അവരുടെ പണം ഉപയോഗിച്ച് അവരുടെ ജീവന്റെ വിടുതൽ വില ദൈവത്തിന് കൊടുക്കാനൊന്നും സാധ്യമല്ല. പക്ഷേ ഈ സങ്കീർത്തനക്കാരൻ ഒരു കാര്യം മനസ്സിലാക്കി, മനുഷ്യൻ്റെ പണം കൊണ്ട് സാധിക്കാത്ത ഒരു കാര്യം കർത്താവിന് സാധിക്കും.
അതുകൊണ്ട് അതേ സങ്കീർത്തനത്തിൽ 49:15 എന്നാൽ ദൈവം പണമല്ല, അനുഷ്ഠാനങ്ങളല്ല, എന്നാൽ ദൈവം എൻ്റെ പ്രാണനെ പാതാളത്തിൻ്റെ പിടിയിൽ നിന്ന് വീണ്ടെടുക്കും, അവിടുന്ന് എന്നെ സ്വീകരിക്കും. നാം ധ്യാനിക്കുന്ന വാക്യം ഇതാണ്, കൊളോസ്യർ 1:14. അവനിൽ നമുക്ക് പാപമോചനമെന്ന വീണ്ടെടുപ്പ് ഉണ്ട്. എല്ലാവർക്കും 2 തവണ ഈ വാക്യം ഒന്ന് നോക്കി വായിക്കുക. എന്നിട്ട് ഇന്നത്തെ ക്ലാസ് സെബാസ്റ്റ്യൻ ബ്രദർ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് അവസാനിപ്പിക്കാം. അവനിൽ നമുക്ക് പാപമോചനമെന്ന വീണ്ടെടുപ്പ്. വീണ്ടും പറയാം, അവനിൽ നമുക്ക് പാപമോചനമെന്ന വീണ്ടെടുപ്പ്. കൊച്ചുവാക്യമാണ്. നാളെ നമുക്ക് തുടർന്ന് കർത്താവ് അനുവദിച്ചാൽ ധ്യാനിക്കാം. പ്രാർത്ഥിക്കാം. സെബാസ്റ്റ്യൻ ബ്രദർ. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, കർത്താവേ, പുതുവർഷത്തിൻ്റെ ആദ്യത്തെ സന്ധ്യയിൽ കർത്താവെ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി ദൈവമേ അങ്ങയുടെ നാമത്തിലുള്ള വലിയ രക്ഷയും വീണ്ടെടുപ്പിനെ കുറിച്ചും വീണ്ടെടുപ്പ് വിലയെക്കുറിച്ചും ഒക്കെ ഞങ്ങൾക്ക് ധ്യാനിക്കാൻ കർത്താവ് സഹായിച്ചതിനായിട്ട് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ ദൈവമേ, ഈ അന്ധകാരത്തിൻ്റെയും വ്യക്തമായ പാരമ്പര്യത്തിൽ നിന്നും കർത്താവെ ഞങ്ങളുടെ പ്രിയപുത്രൻ്റെ രാജ്യത്തിൽ ഞങ്ങൾ ആക്കി വെച്ചത് ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ അങ്ങയുടെ രാജ്യത്തിലേക്ക് ഞങ്ങളെ അങ്ങയുടെ പുത്രൻ വഴി ഞങ്ങളെ പ്രസാദത്തോടുകൂടി സ്വീകരിച്ചത് ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കർത്താവെ, ഈ പാപമോചനമെന്ന ഈ വീണ്ടെടുപ്പ് കർത്താവ് ലോകത്തിലുള്ള ഒന്നുകൊണ്ടും ലഭിക്കാൻ പറ്റാതിരുന്നപ്പോൾ ദൈവമേ അങ്ങ് ഞങ്ങളോട് ദയ കാണിച്ച് ഞങ്ങളുടെ പുത്രനെ അയച്ച് ഞങ്ങളെ കർത്താവെ നാശത്തിൽ നിന്നും നരകത്തിൽ നിന്നും രക്ഷിച്ച് ദൈവമേ സാത്താൻ്റെ പിടിയിൽ നിന്ന് വിടിവെച്ച് അന്ധകാരത്തിൽ നിന്ന് വിടിവെച്ച് ദൈവമേ അങ്ങയുടെ പ്രകാശത്തിൻ്റെ രാജ്യത്തിലും ജീവനുള്ള ഒരു പ്രത്യാശയിലാക്കി വെച്ചത് ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്ന കർത്താവെ, ഞങ്ങളെ എല്ലാവരെയും കർത്താവെ ഈ രക്ഷയുടെ ആ പൂർണ്ണ സ്വാതന്ത്ര്യത്തിൽ നടക്കുവാനായിട്ട് ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങൾ മാത്രമല്ല പിതാവേ, ഞങ്ങളുടെ ബന്ധുക്കളും മിത്രങ്ങളും ഞങ്ങളുടെ പരിചയവാലയത്തിലുള്ള എല്ലാവരോടും ഈ സ്വാതന്ത്ര്യത്തിൻ്റെ ദൂത് വിളിച്ചറിയിക്കാനായിട്ട് കർത്താവ് ഞങ്ങൾക്ക് കൃപ തരണമേ. അതിനായിട്ട് ഞങ്ങളെ എല്ലാവരെയും ഈ വർഷം ഞങ്ങൾ അതിനുവേണ്ടി ബലപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടതോർത്ത് അങ്ങേ സ്തുതിക്കുന്നു. യേശു കർത്താവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവോടെ കേൾക്കണം പിതാവേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു കർത്താവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സകല വിശുദ്ധരോടുകൂടി ഇരിക്കുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശു മുഖാന്തരം നമുക്ക് ജയം തന്ന ദൈവത്തിന് മഹത്വം. ആമേൻ. കർത്താവേ വരയണമേ. കർത്താവ് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവത്തിന്